നാട്ടിലെ ഇപ്പോഴും അതെ അതെ നാട്ടിൽ വന്നിട്ടില്ല. ഇല്ല Venugopal sir, good morning. മോർണിംഗ്. Welcome. Ruby. ഓക്കെ, സാറ് സൈക്കോളജി ആണോ? ഞാൻ ജനറൽ മെഡിസിൻ ഡോക്ടറാണ്. ഓക്കെ ഓക്കെ. Okay, തുടങ്ങാം. അപ്പൊ എല്ലാം അറിയാലോ. The moment you become a doctor, you have to know this psychology also. Part of ഏത് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുമ്പോഴും ആ പേഷ്യന്റിന്റെ മൈൻഡും അറിയാതെ ഒരു ട്രീറ്റ്മെന്റും ജനറലിസ്റ്റ് ശരി, സർജൻ ആയാലും ശരി, കാർഡിയോളജിസ്റ്റ് ആയാലും ന്യൂറോളജിസ്റ്റ് ആയാലും സൈക്കോളജി ഈസ് പാർട്ട് ഓഫ് ഇറ്റ്. Okay. Happy morning to everyone. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. പുതിയൊരു ദിവസം കൂടി നമുക്ക് നൽകി അനുഗ്രഹിച്ച സർവശക്തന് നന്ദി. വളരുക, വളർത്തുക, ആനന്ദിക്കുക എന്ന ബൃഹത്തായ സന്ദേശവുമായി സുധാ സാർ നയിക്കുന്ന ടോട്ട്സ് വെബിനാർ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന് ഇന്ന് 832-ാം ദിനം. പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സെഷനിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി പോസിറ്റീവ് തോട്ട് ഷെയർ ചെയ്യുന്നത് ടോട്ട്സ് 25th ബാച്ചിലെ മെമ്പർ ആയിട്ടുള്ള ബിനേഷ് സാറാണ്. സാറിനെ വളരെ സന്തോഷപൂർവ്വം പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബിനേഷ് സാർ, ഓവർ ടു യു. താങ്ക് യു. താങ്ക് യു റൂബി മാം. വളരെയധികം നന്ദിയുണ്ട്. ഇന്നത്തെ ഈ വെബിനാറിൽ തോട്ട് ഓഫ് ദി ഡേ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം തന്നതിൽ നന്ദിയുണ്ട്. ആദ്യം തന്നെ ഈ ഒരു അവസരം തന്ന സർവേശ്വരനോടും അതുപോലെ തന്നെ സുധാ സാറിനോടും ഇന്ന് ഈ വെബിനാറിന് വന്നിരിക്കുന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. ഒരിക്കല് സന്ദീപ് മഹേശ്വരിയോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് സാർ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടത്? ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുന്നു. ഇന്ത്യയിലെ കണക്കനുസരിച്ച് ഏകദേശം 100 പേരിൽ വെറും 10 പേര് മാത്രമാണ് 3 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും റിസ്ക് ഉള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡിലേക്ക് എങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടിയാണ് എന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അദ്ദേഹം പറഞ്ഞത്, നമ്മളൊരു സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പഠിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. സ്വിമ്മിംഗ് പൂള് നിങ്ങൾക്കറിയാം, പൂളിന്റെ ഒരു സൈഡില് ഉയരം കുറവായിരിക്കും, ഒരു 4 അടിയൊക്കെ ഉയരം ഉണ്ടാവുള്ളൂ, അവിടെ വെള്ളം താഴ്ച അത്രയേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഒരു ഭാഗത്ത് വളരെ ഡെപ്ത് ഉണ്ടാവും, ഒരു 15 അടി 16 അടി വരെ ആഴം ഉണ്ടാവും. ഇപ്പൊ സ്വിമ്മിംഗ് പൂള് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും നീന്താൻ കണക്കായിട്ടുമായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക സാധാരണയുള്ള സ്വിമ്മിംഗ് പൂളുകൾ. ഈ ഡെപ്ത് ഉള്ള ഏരിയയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഡൈവ് ചെയ്യാനും മുകളിൽ നിന്ന് ഡൈവ് ചെയ്യാനും ഒക്കെ കണക്കാക്കിയിട്ടാണ് ആ ഭാഗത്ത് അത്രയും ഡെപ്ത് കൊടുത്തിരിക്കുന്നത്. കാരണം മുകളിൽ നിന്ന് ചാടുമ്പോൾ അവർക്ക് അധികം താഴത്തിലേക്ക് താഴത്ത് വരെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ 15 അടി 16 അടി താഴ്ചയുള്ളത്. അതേസമയം ഈ 4 അടിയുള്ളത് ആർക്കും സേഫ് ആയിട്ട് നിന്ന് നീന്താവുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ നീന്താൻ പോകുന്ന സമയത്ത് ആളുകൾ 3 തരത്തിലാണ് അതിനോട് നീന്തൽ പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സമീപനം. ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇരുന്നിങ്ങനെ ആലോചിക്കും, ഇതിലേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ, ഈ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വെള്ളം മൂക്കിൽ കയറി കഴിഞ്ഞ് നമ്മുടെ ശ്വാസകോശത്തിൽ പോയാൽ മരണം സംഭവിക്കില്ലേ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് അവർ നീന്തലിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും. വേറൊരു കൂട്ടർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, എടുത്തങ്ങോട്ട് ചാടും വെള്ളത്തിലേക്ക്. വെള്ളം എവിടെ വെച്ചാണ് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്ന് സാർ പറയാൻ പറ്റുമോ? ചാടും. അതെ, വെള്ളം കാണുമ്പോഴേക്കും എടുത്തങ്ങോട്ട് ചാടും. എടുത്തങ്ങോട്ട് ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചാടുക ആഴം കുറഞ്ഞ് 4 അടിയുള്ള ഭാഗത്താണെങ്കിൽ അവർ വലിയ പരിക്കൊന്നും പറ്റാതെ അവർ വെള്ളത്തിൽ വീഴും, അവർ മുങ്ങിച്ചാവൊന്നുമില്ല, അവർക്ക് അധികം പ്രശ്നമൊന്നുമില്ല, അവർ നീന്തി ഒരുവിധമൊക്കെ കാര്യങ്ങൾ ഒപ്പിക്കും.
പക്ഷെ ദുർഭാഗ്യവശാൽ അവർ ചാടുന്ന ഡെപ്തുള്ള ഏരിയയിലാണെങ്കിൽ ചിലപ്പോൾ അവർ മുങ്ങിപ്പോവാനും അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിച്ച് മരണത്തിന്റെ വക്കിൽ വരെ എത്താനും ചിലപ്പോൾ മരണപ്പെടാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ഭാഗ്യവശാൽ പലരും പിടിച്ച് രക്ഷപ്പെടുത്തി ചിലപ്പോൾ പുറത്തെത്തിക്കാനും സാധ്യതയുണ്ട്. മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവർ അവിടെ ചെന്ന് നിന്ന് മനസ്സിലാക്കും എങ്ങനെയാണ് നീന്തൽ, ഈ സ്വിമ്മിംഗ് പൂളിന്റെ ഡെപ്തിനെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. മുമ്പ് നീന്തൽ പഠിച്ച് നീന്തൽ അറിയുന്ന ആളുകളെ അവർ സമീപിച്ച് ചോദിക്കുക എങ്ങനെയാണ് നിങ്ങൾ നീന്തൽ പഠിച്ചത്. അപ്പൊ അവർ പറയും ഇങ്ങനെയാണ്, ഞങ്ങൾ ഈ ആഴം കുറഞ്ഞ ഏരിയയിൽ ഇറങ്ങുന്നു, കൈ ഇങ്ങനെ അടിക്കുന്നു, കൈ ഞങ്ങൾ മൂവ്മെന്റ് എങ്ങനെയാണ് ഞങ്ങൾ നീങ്ങുന്നത്, അതുപോലെ തന്നെ ശ്വാസം എങ്ങനെ എടുക്കണം, കൂടുതൽ നേരം വെള്ളത്തിൽ പൊന്തിക്കെടുക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അവരിറങ്ങി അവർ അതുപോലെ നീന്തൽ പഠിക്കും. ആഴം കുറഞ്ഞ ഏരിയയിൽ പഠിച്ചതിന് ശേഷം പിന്നീട് ആഴമുള്ള ഏരിയയിൽ അവർ നീന്താൻ പഠിക്കും. അപ്പോൾ ഈ 3 പേരുടെ അനുഭവങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കൂട്ടർ ഇതിനെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. ബിസിനസ്സിൽ അവർ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങില്ല, അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ നീന്തിയാലുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, നീന്തൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് അപകടങ്ങൾ ഉണ്ടാവാം, നീന്തൽ എന്നൊക്കെ ചിന്തിച്ച് അവർ കരയിൽ ഇരിക്കുകയുള്ളൂ, അവർ ഇറങ്ങില്ല അതിലേക്ക്. രണ്ടാമത്തെ കൂട്ടർ എടുത്തു ചാടുന്ന ആൾക്കാർ, അവര് എങ്ങാനും കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയും ഒരിക്കലും ഇറങ്ങിയിരിക്കും കേട്ടോ, വെള്ളത്തിൽ ഭയങ്കര കഷ്ടമാണ്, അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന് പോകും എന്നൊക്കെ പറയും. അവരുടെ അനുഭവം അതാണ്, എടുത്ത് ചാടിയിട്ട് അവർക്കുണ്ടായിരുന്നു. പക്ഷെ മൂന്നാമതൊരു കൂട്ടർ അവർ പഠിച്ച് മുമ്പ് പോയ ആളുകളുടെ അനുഭവങ്ങൾ എടുത്ത് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ പഠിച്ചു നീങ്ങുമ്പോൾ അവർക്ക് അപകടങ്ങൾ കുറയുന്നു എന്ന് മാത്രമല്ല, ഈ സ്വിമ്മിംഗ് പൂളിൽ നല്ലോണം നീന്താൻ കഴിഞ്ഞാൽ വലിയ മഹാസമുദ്രത്തിലും അവർക്ക് നാളെ നീന്താൻ കഴിയും. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ, നമ്മളെല്ലാവരും ബഹുഭൂരിപക്ഷ ആൾക്കാരും ട്രെയിനേഴ്സാണ്. നല്ല ട്രെയിനിങ്, ഒരുപാട് ട്രെയിനിങ് നമുക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കൊരു സ്ഥാപനവും അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്ഥാപനവും ഒക്കെ നടത്തേണ്ടതായിട്ട് വരും. ഒരു ബിസിനസ് എന്ന് പറഞ്ഞത് ഒരു ട്രെയിനറെ സംബന്ധിച്ച് അന്യമായിട്ടൊരു കാര്യമല്ല. ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള റിസ്ക് തീർച്ചയായിട്ടും ഒരു ട്രെയിനറെ സംബന്ധിച്ച് വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ പാഠങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ്. കാരണം ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ മൂന്നാമത്തെ ആളുകളെ പോലെ മുമ്പേ പോയ ആളുകളുടെ അനുഭവങ്ങൾ മനസ്സിലാക്കി അവരുടെ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏൽക്കാവുന്ന പരിക്കുകളെ പറ്റിയും ഒക്കെ ഒരു മുൻകൂർ ധാരണയോടുകൂടി ഇറങ്ങാനും തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് ഒരു വൻ വിജയമാക്കി തീർക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കും. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നു, നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. ഓവർ ടു റൂബി മാം. താങ്ക് യു ബിനീഷ്. കാരണം ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്നതിന് മുന്നേ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുന്നേ കടന്നുപോയ ആളുകളുടെ അനുഭവങ്ങളിലൂടെ അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ജീവിത വിജയം അല്ലെങ്കിൽ ഇറങ്ങുന്ന മേഖലയിലെ വിജയം കണ്ടെത്താം എന്ന് ഈ രാവിലെ നമ്മെ ഓർമ്മിപ്പിച്ച ബിനീഷ് സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് വളരാനും വളർത്താനും ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചുകൂടിയ എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് വീണ്ടും നല്ലൊരു പ്രഭാതത്തെ നമുക്ക് കാണാൻ അനുവദിച്ച സർവേശ്വരനെ നമിച്ചുകൊണ്ട് നമ്മളെ വളർത്താനായി പ്ലാറ്റ്ഫോം വിട്ടുതന്ന സുധാ സാറിനെയും മറ്റെല്ലാ ഗുരുവന്ദരെയും സ്മരിച്ചുകൊണ്ട് ഈ ദിനം നമുക്കായി തൻ്റെ സ്വരം കൊണ്ട് ഉണർത്തിയ റൂബി മാമിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിനം നമുക്ക് തുടങ്ങാം. ഏത് പ്രവൃത്തിക്ക് മുമ്പിലും ചിന്തിച്ച് അതിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് അനുഭവങ്ങൾ അറിയുന്നവരെ അവരുടെ അനുഭവങ്ങളെ അറിഞ്ഞ് മുന്നേറാനാണ് ഇന്നത്തെ പോസിറ്റീവ് ചിന്ത നമുക്ക് തന്ന മെസ്സേജ്. ഇന്ന് ഇത്തരം അനുഭവങ്ങളെയെല്ലാം അറിയണമെങ്കിലും ഓരോ മേഖലയിലും ഇറങ്ങണമെങ്കിലും നമുക്ക് വേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ഇത്തരം അറിവുകളെ വീണ്ടും വീണ്ടും സമ്പാദിക്കുകയാണ്. അതാണ് ടോട്സിന്റെ പ്ലാറ്റ്ഫോമിലുള്ളത്. ഇന്ന് ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷനിലേക്ക് കടക്കാം. ടോട്സ് ബാച്ച് 3 ഒരു പ്രധാന വ്യക്തിയും
ISROയിലെ ഫോർമർ സയന്റിസ്റ്റുമായ ഫ്രാൻസിസ് ജോസഫ് സാറാണ് ഇന്ന് നമുക്കായി എത്തിയിരിക്കുന്നത്. തൃശൂർ സ്വദേശിയായ അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിക്കുന്നു. 10 വർഷത്തോളമായിട്ടുള്ള ട്രെയിനിങ് മേഖലയിലെ പരിചയമുള്ള അദ്ദേഹത്തിന്റെ ഏരിയ ഓഫ് വർക്ക് മാനേജ്മെന്റ് ഓഫ് ഡിസൈൻ, ക്വാളിറ്റി ആൻഡ് പ്രൊജക്ട്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള ഏരിയകൾ. ഇപ്പോൾ കാനഡയിൽ നിന്നുമാണ് അദ്ദേഹം നമുക്കൊപ്പം പുതിയ അറിവുകൾ തരാനും പുതിയ അറിവുകളിലേക്ക് വീണ്ടും തന്റെ അറിവുകളെ വർദ്ധിപ്പിക്കുവാനും എത്തിയിരിക്കുന്നത്. ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടി മൈൻഡ്ഫുൾനെസ് എന്ന ടോപ്പിക്കുമായി നമ്മോടൊപ്പം ചേരുന്ന ഫ്രാൻസിസ് ജോസഫ് സാറിനെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരെയും സ്നേഹത്തോടെ ഈ സെഷനെ മനോഹരമാക്കുവാൻ ഒത്തുചേർന്നിരിക്കാൻ ക്ഷണിക്കുകയാണ്. സർ, ഫ്രാൻസിസ് സർ, നല്ലൊരു ദിനം നേർന്നുകൊണ്ട്. Thank you, Shashikala ma'am. Also, thanks Binesh for a beautiful introduction to today's session. Also, people who are working behind, Ruby ma'am, Mithun, Binesh, addition, especially Sudha sir, all people I give my respect and thanks for inviting me to this forum. Now I will start sharing the PowerPoint presentation and continue. ശബ്ദം കേൾക്കാവോ? കേൾക്കാം സർ. PowerPoint കാണാവോ? ഓക്കെയാണ് സർ, ഓക്കെയാണ്. ക്ലിയർ ആണ്? ശബ്ദവും വിഷ്വലും ക്ലിയർ ആണ് അല്ലേ? ക്ലിയർ ആണ് സർ. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ സെഷൻ. ഇത് ആക്ച്വലി ഒരു 6 hours ഒക്കെ എടുക്കേണ്ട സെഷനാണ്. നമ്മൾ സമയം ചുരുക്കി ഒരു 1 hour അതിൻ്റെ മെയിൻ പോയിന്റ്സ് മാത്രമാണ് ഇന്ന് കവർ ചെയ്യുന്നത്. സെഷൻ ഒബ്ജക്റ്റീവ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നൊരു അവയർനെസ് കൊടുക്കുക എന്ന് മാത്രമുള്ളതാണ് അതിൻ്റെ സെക്ഷൻ. അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലോ സെഷനുകളിലേക്കോ പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു മിനിമം ഒബ്ജക്റ്റീവ് അറ്റ് ദി എൻഡ് ഓഫ് ദി സെഷൻ delegates will be able to remember and tell at least 5 mindfulness meditation techniques or methods. അതാണ് ഒരു മിനിമം ഒബ്ജക്റ്റീവ് വെച്ചിട്ടുള്ളത്. But you can learn much more from this session. So ഇതിൽ 2 പാർട്ടുണ്ട്. But I will not be able to cover both parts. Definitely I will cover part 1. What is mindfulness? What is meditation? What is mindfulness meditation? And the benefits, what are the benefits? And what is the basic process? A simple process to do mindfulness. And what are the mindfulness meditation methods? There is a typing error there. It is a mindfulness meditation methods. Sorry for the typing error. These are the things I will be covering. But if the time is there, common myths about this mindfulness meditation, also some of the mistakes commonly see. This also I will try to cover because it is very important. So I will go a little faster way so that you will be able to cover all the aspects. So for giving this session, I have made some references available. Of course, I am trained in our medical college, the psychology department. It was only a 2-day session, that is 6 + 6, 12 hours mindfulness training session was there, led by the doctors and faculty there, and also some of the research fellows under them. I have got the training on this basic topic. Later I had contacts with Ramakrishna Ashram in Trivandrum. I think every district we have got Sri Ramakrishna Ashram in Kerala, all over India. So I have gone another 2-day training under those experts there. Then of course I have done some small training session I have taken in, I have undergone in Canada. Also I have taken other related topics
indirectly related topic, that is stress management. Number of training I have undergone, both in ISRO as well as outside. And those who want to study this topic little more detail, the bottom I have given the list of reference books. If you go to internet, you will get a large number of references. I have given a very, very short list here. So those who are really interested in learning, a lot of opportunities available. Now we will get into the topic. What is mindfulness meditation? I told many people know this topic here. Some of my gurus and guides are also sitting here. So I don't expect them to answer, but other people can give some answer. Actually, anybody can answer, but if anybody gone through this topic before the session, it will be very useful. You can unmute and tell, or put in the chat box, whichever is convenient. Elango sir, can you tell? He is one of my guru. Because nobody else is telling. That is why I am inviting you. Sir, I am test. No, okay, for him. Meditation എല്ലാ ദിവസവും രാവിലെ very good, very good. Please tell. പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ സെഷനിലേക്ക് വരുന്നത്. Very good. ഈ മെഡിറ്റേഷൻ കൊണ്ട് വളരെയധികം സെൽഫ് കോൺഫിഡൻസ്, അതുപോലെ തന്നെ അവയർനെസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എസ്പെഷ്യലി ഏതെങ്കിലും ഒരു സെഷൻ എടുക്കാൻ വരികയാണെങ്കിൽ ഈ മെഡിറ്റേഷൻ ചെയ്തിട്ട് വരുമ്പോൾ കുറച്ചുകൂടി എനിക്ക് ഒരു പ്ലാറ്റ്ഫോം പ്രസൻസ് ഇല്ലാതെ, സ്റ്റേജ് ഫിയർ ഇല്ലാതെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ മെഡിറ്റേഷൻ പ്രാക്ടിക്കലായിട്ട് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അത് മൈൻഡ്ഫുൾനെസ് ഉണ്ടാകും. Very good, very good. തീർച്ചയായിട്ടും ഇത്രയും. So you are telling from your own practical experience. Yes. When you are coming to the benefits of mindfulness meditation, you can give a little more elaboration. Okay. ഞാൻ പറയട്ടെ. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ചിന്തകളിൽ നിന്നും, നമ്മുടെ ചിന്തകളിൽ നിന്ന് മുക്തമായ ഒരു അവസ്ഥ എന്നാണ് ഞാൻ മൈൻഡ്ഫുൾനെസ് എന്നുകൊണ്ട് മെഡിറ്റേഷനെ പറ്റി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എല്ലാ ചിന്തകളിൽ നിന്നും വിഭിന്നമായി നമ്മൾ ഫ്രീ ആകുന്ന ഒരു അവസ്ഥ. Okay, okay. Thank you, sir. Partly it is correct. We will come to that little more detail later. Anybody else want to give the views before going? മെഡിറ്റേഷനിലൂടെ മൈൻഡ്ഫുൾനെസ്സിൽ എത്താൻ പറ്റത്തുള്ളൂ. Okay, okay. Okay. That is correct, and the reverse also is correct. Both are correct. സാറേ സൗണ്ട് കുറവാ സാറിന്റെ സൗണ്ട്. No. You are correct. Partly you are correct, but both ways are possible. Through meditation you can reach mindfulness, and vice versa. Through mindfulness you can reach meditation. Both are possible. Okay, you are correct. Any other view? പ്രസന്റ് മൂവ്മെന്റിലോട്ട് വരിക, വേറെ ചിന്തകളില്ലാതെ പ്രസന്റിലോട്ട് വരിക എന്നുള്ളത്. പാസ്റ്റും ഫ്യൂച്ചറും അവോയ്ഡ് ചെയ്യുക. Yeah, correct. I think we have got different views. We have got all are correct. So we'll go ahead. So I'll give the formal definitions of these things. It's very simple. It's a combining mindfulness meditation is a combination of skills related to mindfulness and meditation, both put together. I am telling this little detail in the beginning. Some people are confused. And there are different views also. Contradicting views are there, complementary views are there. So whatever literature I gone through, that part I will give it. There may be definitely different views opposite to that also. That is all welcome. We'll see during the discussion time. We'll have a good discussion at the end of the session. And this is a mental practice that will teach our mind to, first thing, slow down our mind. Slow down our thinking. Somewhere I read, we make more problem by thinking faster. That is the modern trend with the TV, social media, and youngsters, with a lot of knowledge. People think very fast. The tendency is that they think very fast, make decisions very fast. See, life is very fast. But some experts are telling that is not good. You will be able to do a better job by slowing down our thoughts. So we should control our racing thoughts, control it. So this is one way of training this mind to do that. Slowly thinking, systematically thinking. That is one way. Creatively thinking.
All of us know what is critical thinking and creative thinking. So how to do it properly? You have to slow down our thinking process many times, but people may find it difficult to understand that. But by practicing mindfulness meditation, you will be able to achieve that. This is one aim. Then let go of negativity. See, we are having positive commune here, but definitely our mind, definitely negative thinking will come. Sometimes negative thinking is important. We have to use them also. I am not against thinking negatively. It is required for a positive thinking. Negative thinking also is important. But negative thinking should not spoil our mind. So let go of negative thinking. For that, this will definitely help. The negative thinking will definitely come into our mind. It is not bad, but we should control them and get out of that. That is what is required. Then calm down our mind and body. It is not only mind, body also can calm down. I think our experts in psychology during discussion, they will be able to tell more about this. I welcome that during discussion time. Then another advantage of this is can be practiced by anybody. You need not be a big expert. Start doing it. Swimming in the example, you learn a little bit basic, then you start practicing. There is no other way. There is no postal tuition possible in swimming as well as in mindfulness meditation also. You learn little bit, then start practicing, then learn more. It is a cycle that you have to go. And another beauty is that anybody can do it. Anytime you can practice. Some people tell early morning, nothing bad in that. Some people stay late in the night. Anytime, anywhere. When you are traveling in a bus, you can do it. When you are driving a car, some people say you can do it, but I am not sure. But be careful. Be careful doing mindfulness when you are driving. If you are an expert, definitely you can do it. Otherwise, a beginner never do driving and mindfulness. It is very, very risky. But once you become expert, definitely there are people who do mindful driving, mindful exercise, etc. We'll come to that later. Now, what is mindfulness as such? That I think many people know it. Simpler. I think we will skip this interaction session to save time. We will get into that, the formal definitions. Is an ability to know what is happening in the environment, in our environment, which is internal, within our mind, external, outside our mind. It is a natural ability for man to do this. Some people will have more of that, some people may have less of that. So mindfulness training is to enhance that qualities. It is a born a talent or a skill everybody is having to various levels. Then it is a practice of purposefully bringing one's attention to the present moment, as already indicated by Raju, Philip, and other people. The present moment is very, very important. You focus on present moment and without any evaluation or judgment is very, very important. You go on judging, assessing, and giving judgment on these aspects, we will our mind will drift into all other funny things. So it is important. You should not have any judgment, no criticism, no supporting, nothing. Just feel it and just live in the present moment. And you are aware what is going on around you, all around you, what is happening inside your mind. Both you be fully aware. That is the mindfulness in principle. If you go to internet, you will get this type of pictures. It's very simple to explain this concept. You be in the present moment. What is happening within your mind, outside your mind, outside your body, maybe within your room, what is happening, outside your room, what is happening. Use all your 6 senses and try to understand it and focus on that. And for the time during the practicing session, you forget about past, forget about future. That is what is required. Only present moment. And another way of expressing is given in this next figure. This shows, usually man is like this, you will be thinking so many things. Your mind is full. So it is called mind full, thinking with mind full or mindful. Mindful means, example, a kid, maybe he may be mainly seeing what is happening at the moment all around.
For example, an animal. He may not be thinking too much on what happened last year or 5 years back, what happened. I don't know. Psychologists may tell about this during discussion time. This is the picture I have got from the internet. And this says animals and all, they think, see and think about only things at the present moment, what they see, what they hear, and what they feel, not other things. I hope this picture is correct, but to understand mindfulness, this picture is very useful. So what is meditation? We'll get into that. Again, the interaction I will skip to save time so that you will have more time for discussion. During discussion, people can give more details on meditation. I will give the information available from the literature. There may be much more to that. So don't get limited to what I am giving here. It is a practice of attempting to focus the mind on a particular object, thought, or activity. You focus on one thing, some object. It can be some object. When you connect with the religious aspects, you may be maybe your God or Ishwara or an idol, anything. Okay, it can be an object, it can be a thought, it can be an emblem, it can be an activity. So you practice your mind on that. In fact, this has nothing to do with religion. So there is some confusion when you come to the myths of mindfulness meditation. There we will discuss that this practice has nothing to do with religion. It is without any religion. Anybody can practice. It need not be considered as a religious practice at all. And train the attention and awareness and achieve a mentally clear and emotionally calm and stable state of mind. So your mind will be very calm and stable during and maybe after the session of the meditation. Those who are practicing meditation, as Raju Philip has told, you should have definitely experienced it. Please share your experience in the discussion session. It will be very valuable. Meditation allows you to explore the inner working of your mind. So definitely helps inner working. You will understand much better through meditation. The practice of meditation can ultimately enhance our mindfulness. This is one expert has told, but that is other view also is there. Mindfulness will lead to meditation. So both are complementary. Let us take it that way. Let us not argue like, our chicken or egg, which came first. So we will not get into that. So both are complementary. One can definitely enhance the other. That is why the word mindfulness meditation is taken out. Now there is a small short comparison on these two things. Many more comparison and contradiction, both are available. So these are basically simple things I will give here. Mindfulness is an ability, inborn ability, what all of us are having to various degrees. So the purpose of training and practicing mindfulness meditation is to enhance that. That is what is required. And meditation is an activity or an exercise, an activity. Rather than exercise, we will call it an activity that is typically done intentionally. You purposefully you sit and do it. So whereas mindfulness may be a little more easier to do it. So, so that way we can understand. Then these are some of the differences. What is the process? In mindfulness, you are aware of our mind, what we are thinking, what we are feeling, what we are how our mind is working, we are fully aware. Whereas mindful in the meditation, thoughts may be less. You may, as somebody already told, your mind may be less aware of how mind is working. Your mind may be with lesser thoughts. Whereas mindfulness, there will be thought. You are not going to prevent or eliminate thoughts. It's a process of thinking. But only thing, there is a way of thinking. That is what you have to follow. Then awareness. And in mindfulness, you are fully aware of your surroundings. Whereas in meditation, you go to higher level, you may forget what is happening in our surrounding. That maybe Raju Philip will be able to explain later in discussion time how he felt during these sessions. Then state of mind. In mindfulness, it is very active. Mind is active. It is not passive. Whereas in meditation, mind is very, very passive, very, very less active. And the easiness of doing
mindfulness require little effort. You have to concentrate, you have to focus on one thinking or what you are feeling present. Definitely your mind will drift to past and future things, and some worries will come. So we have to manage it. So because of that, it is little difficult. Whereas mindfulness, your mind, you are trying to make it a blank. That may be comparatively easier for some people, but there may be people who find mindfulness is easier than meditation. So these rules are always there, have exception to many rules. That is the case with this also. Then thoughts. In the mindfulness, we will be watching the thoughts. What are the type of thoughts coming, and you have to screen out. Whereas meditation, you are trying to eliminate the thoughts. So there is no, we will not be watching the thoughts as such much. Whereas time sense, and in the mindfulness, you are aware of the time, how much time you have done mindfulness. So you will be able to control the time. It will not be an endless process. Whereas mindfulness, some people say that you may lose the sense of time. If you are totally meditating, you may lose the sense of time. So if you don't put an alarm clock or something, you may be lost in that. That is the extreme cases I am telling. Normally these things will not happen, but if you get overindulged, you may lose sense of time. These are the points what some experts have told. Definitely there will be some exceptions, your experiences can share. Then here you can have a more rewind. I think we'll skip this also. Here people are all aware what is mindfulness, what is meditation, what is mindfulness meditation. These are all meant for people who are not much familiar with the topic. So I think we'll skip this. Assignment also will skip, not meant for this audience. Then some of the benefits of the mindfulness I will list here, which I collected from various literature. Definitely from your experience, you can add to this list. Definitely those who have gone through these experiences, you can definitely add your additional points. It improves your curiosity, creativity, and innovation. Now, everybody says innovation. Wherever you go, people are talking about innovation. But for enhancing this innovation and all, the mindfulness meditation is very, very useful. Supports working memory, enhances cognitive flexibility, and improves the attention span. Definitely our Dr. Venugopaal as well as other psychologists here, during discussion, I will request them to a little more elaborate on these points. I myself is not a psychologist. I will not be able to tell much more on these points. I am just listing the benefits. I hope we will have a very lively discussion session. And another side, it reduces the stress and anxiety and depression. Many places it is used as a complementary method in handling stress, anxiety, and depression. Some of our delegates here are already practicing and teaching on these topics. And it improves the emotional skills or emotional intelligence. What they are telling, the skills for leaders today is one of them is most important thing is emotional intelligence, not only IQ. IQ definitely all of us are having very high IQ, but the emotional intelligence is also equally or much more important when you go up the ladder in the leader level. Then better quality of sleep and breathe. That is, as Venugopaal sir will be able to definitely being a general medicine and with psychology background, definitely will tell how it will help. In fact, it has helped me for getting help. Sleep, when I do mindfulness meditation practice, it helps me get better sleep. Other people can share their experience. Improves self-awareness. Understanding ourselves, very important when you to develop your what you call interpersonal skills or cultural and social skills. If you want to improve, self-awareness is very, very important. So this is a very useful technique for that. Increases empathy. Empathy, very high performance skills. It starts with empathy. So that empathy skill is developing is important for your performance. So this enhances that, improves relationship. So when you have self-awareness and empathy, definitely your relationships and interpersonal skills definitely goes up. And experts say it manages chronic pain also. I have no direct experience on that,
chronic pain handling. Those who have experience in this field, you can tell. We have trainers and practitioners. You can share your experience on managing chronic pain with mindfulness meditation. It will be useful, and it helps to fight addiction. It's an important point, because I have learned this technique. Experts in de-addiction center in medical college. Many people, many of my friends told me, don't go there, because they told, next day onwards I will be labeled by public as a addict. That is why you are going to de-addiction center. In spite of their warning, I went there and attended 2 days course. It was very, very helpful to me. Then decreases blood pressure. I don't know, or Venugopal sir can tell. Definitely it may definitely reduce blood pressure. I have no experience. And you will have better eating habits and immunity. Definitely eating habit, I know. If you practice mindfulness, eating is one of the method you practice session in the mindfulness. If you practice, your health will be better through better eating habits and procedures. And it will definitely help our immunity. Here, anybody want to add any additional benefits? Welcome, you can tell quickly without explaining, give the points. Any additional points you want to add? Ilango sir, any additional points? Additional benefits? Raju Philip sir, can you tell? Trainers, it is useful. That is what you told. When you do a training session, a meditation session, if you do prior to that, it definitely helps. So that is one benefit as a trainers you can take away from Raju Philip sir. I have not listed here. We will discuss in finally, sir. Okay, thank you. You can elaborate. Self-confidence and self-confidence. Okay, self-confidence, so that you can perform well. Very good. So during discussion, I hope more points will come out. Thank you. So I will give here a basic process steps. There are a number of processes are available. I have collected from this literature, combined various processes into a what I feel somewhat simple and complete. In between, there may be more steps also. You can, again, discussion time will take. Set a timetable. It is very important. A starting time, end time we should fix. Otherwise, we'll be lost in this. Full day, you should not do it. You will go mad. So don't do that. You have to put a timetable. When you start, when you end. How many days? Whether every day, not necessary. But if you do every day, no harm. But time should be controlled. Don't get into endless sessions of this mindfulness or meditation. Then get in position. Earlier they were telling you to lie down, and some people used to tell sit in some poses. Not important. You can sit or lie down, anything, no problem. Only thing, you should be comfortable. You should not be body or mind should not be stressful in that position. So you sit in a relaxed way. That's all. Either you can sit or lie down, whichever you feel convenient, whichever the current situation permits you, you can take that. And get comfortable and relaxed. That is the third point, is most important. So whether you sit or lie is not important, but you be comfortable physically and mentally and get relaxed. Then feel your body in your mind, not with your hand. You feel your body in your mind. Is there any pain anywhere, any pressure there, any tension there, any muscles are tight? Then you try to relax it, so that you are in a comfortable. Then you read your breath. Feel your breath. You see how your breath is going, coming in and out. It makes any sound or any disturbance. So just feel for a few seconds what is the thing. Then you continue. Select and practice same method. There are a number of techniques in the mindfulness meditation. Will come in the next slide. So, but you select one of them, what you like on that particular day. You can practice more than one, no harm. Then you
practice it. Not whenever the mindfulness meditation session, any practice session, your mind should be focused on some thinking. So you are not whether your mind is wandering away from that particular thought, what you want to do, and whatever thoughts are coming. If you are wandering, you bring back to the original point. That is important. Don't worry if you get diverted, but the point is that you have to come back, because always thinking on same point may be difficult. I don't think anybody can do unless you become very high level expert. So ordinary people, your mind will be definitely wandering. Don't worry about that, but you bring it back. That is important. Bringing back is important. That is how mindfulness helps us. We will be able to come back to the original position. Come back to the thought, what you are doing. Close this session with a kindness. Be kind to yourself, your mind, your body, and to all others. You close with that. Then next important thing, plan your next session. What will happen after attending a training? You will do it once, twice, or thrice. Then that habit will die. That is the most common problem in people. So you plan next session immediately after one session so that you don't miss it. So here, I think again this rewind session will skip so that we will do a better job completing the job. This will skip. Then some of the mindfulness techniques I will cover here. The most common and simplest people say it is breathing. So here what you do, you focus on your breathing. People tell so many things, counting 1, 2, 3, 3, 4, 5. So 6 and 4, so many techniques, pranayama, so many breathing techniques. Don't worry about all these things. You just breathe in and out. Only thing, you watch it. That's all. Don't try to follow any specific method or technique and all. Don't overload your mind. You relax your mind. Just your normal breathing, you do it. And listen to it. What sound, any sound is there, any heat is being generated when it passes through your nostril and going out and in. And if some people, may find it difficult to that, you can, if you are lying down, you can touch on your stomach. Stomach may be going up and down. So either you can watch your stomach going up and down, if it is convenient to you. If it is convenient to observe the sound of breathing, mild sound will be there. That may be good. Especially current environment, you are switching on fan or your AC, you may not hear any sound of breathing. That is our current modern environment. So if you find that is the hindrance, and if you cannot switch off the fan or AC, or maybe some other neighboring sound, you touch your tummy or your stomach with your hand, feel it. It will be definitely going up and down. No distraction, you can prevent it. So these are the simplest technique according to me doing this. Then they give drinking tea or coffee, something like that. Not drinking alcohol. Never do mindfulness with alcohol drinking. I don't recommend that. But you can drink tea, coffee, milk, or anything, or your favorite drink. It can be cool drink or Horlicks, anything, except alcohol. This is another technique. Then eating. Mindful eating is one of the techniques. Eat it slow and enjoy it. Enjoy the food with all your senses possible. Smell, and if any crispy sound is there, softness, taste, flavor, you can enjoy. You enjoy all these things, then you can eat. It takes time. You may take your breakfast. Usually we take maybe in 5 minutes. This may take you 15 minutes, but that is not a time waste. If you do that, your health is going to be better, your mind is going to be better. These are simple techniques, people train on that. It is useful. You can do it every day. No worry, you don't waste time on that. Then listening to whatever is happening around you. Maybe immediate your, maybe within your body, your bowel may be making sound, your stomach may be making sound, your lungs or breathing may be making sound, your joints may be making sound. Just watch it. That is within your body. Then outside you can see, your room, what all sounds are there.
or maybe outside room, what is happening, on the road, what is happening. Listen to the maybe sound. All your six senses use, whatever possible, the listening. Then grounding is another method experts give. That is, you feel your body touching the ground, wherever it is there. If you are sitting or lying, you have any points are being strained, or anywhere there is any pain, then body scan, I think most of us know, it is a yoga practice also. You combined with mindfulness meditation, body scan gives much more results. This is something I practice very frequently. And I have little difficulty, whenever I practice that, I fall asleep. Experts say you should not fall asleep. So I find it very difficult. If you 100% sincerely do body scan, you will sleep. That is my experience. But there are people who can do it without sleeping. And that is what experts recommend. You should not sleep. Do a thorough body scan. Then thoughts. You watch your thoughts, what all thoughts are coming and going, and no judgment. There may be good thinking, bad thinking, everything will be there, but you just go on watching. What are your thoughts and feelings, etc., etc. So more methods, discussion time, our members can share. Then some people recommend, walking. You can use by mindful walking or mindful exercising. You watch in a treadmill or even running, jogging, any exercise you can do it. But while doing complicated exercises, you have to be careful. By focusing on your mind, you should not make a error in your exercise program and make a accident or a injury. You have to be careful. Walking and exercising, mindfulness, mindful meditation, people expert, they recommend, but you have to be little careful with these things. When taking bath, you can do brushing teeth. Some people are telling these are simple. These are all our daily activities or daily routines we do. So you don't spend extra time on this. And most of this work you will be enjoying, especially washing your dishes or clothes. It can be made enjoyable by this doodling or painting. And like that, there may be much more things, but these are common practices. Painting, I have got an experience, maybe useful to you also when you are training others. Because I have a person I know in Canada, he was my friend. He had a brain tumor, had a major surgery. Then all his brain memory lost after the surgery. But tumor was very serious. If he was not operated, he would have died. Even with the tumor, his memory was in problem. But after surgery, his recovery process was there. Maybe half his recovery time I was meeting him. So I told him his mindfulness may help you, but he was not in a mental state to understand it. So I tried to train him in breathing, because that is the simplest method. Our experts say it is simplest method in mindfulness, but he could not do it because he cannot understand. His mental status is like that. Then he's a very good coffee drinker. I tried to make him practice mindful coffee drinking, but he could not do it because his mind is in such a state. Finally, he is taking treatment under a psychologist. I asked him to give your psychologist consultation records. He showed me. There was a survey was done by that psychologist on him. And there is a big list. There are some 60 questionnaire here, 60 questions he has answered. The point is that more than 80% of the questions he answered was wrong. Because I know him personally, he has wrongly taken it. His mind status was that he was not able to read and understand that questions and tick it properly. That much deteriorated. So then with that same interview list, I discussed with him, started ticking. Then I found he has got two skills I got. No, he was a person who respects and enjoys relationships, or interactions with people, and community or a relationship with people. That is what I could judge, which did not come out in the psychology survey, because psychology survey is very passive. They give the questionnaire, the person answer.
what he answered is wrongly. Wrongly he has answered without understanding. So you have to be careful when you do surveys, you do a lot of psychological tests. Psychologists also has to be little careful what answer the patient gives. I think psychologists know it. They may be already taking care of that. This is my experience I'm telling. Then second thing I found, he was highly creative. But in his questionnaire, he answered to the psychologist that he was having very poor creativity, very poor relationship with people. That is what he has written. The patient has written like that, this person. But when I interviewed him, when going on personally discussing each point, I myself ticked. Instead of him ticking, I ticked it based on his discussion. Then I found these two are very strong in him. So then I suggested him improve his relationship with relatives, and it was really strained. Even though his qualities, good relationship, his relationship with relatives were strained. So I told him some techniques how to. It is not a psychological, common sense advice only I gave him, because I am not a psychologist. Then I gave him one painting exercise that really helped him. That I think, because I happened to get a book on meditation painting like that. So it gives lot of printed material available, maybe more than 200 pictures are there. You are asked to give different colors to that. This a book I gave him. First 2 weeks he had a problem. He did not know what to do with that. Then I asked him to buy a crayon set. I did not give I gave only pictures. Then he started painting. Initially paintings were very, very horrible. But after making 10 or 20, his painting skills increased like anything. I could never expect him to do that. But I know basically he's having creativity. Then he completed all the 200 pictures. Beautiful pictures. He used to send me pictures after completing. He takes the photo and used to send. Then he improved. His mental status improved. I don't think only due to mindfulness. I'm telling. So painting also can be used as a mindfulness technique. That is my practical experience. Some experts can share their experience in this field. If nothing else works, some people painting may work. Some people doodling may work. So we have to find out. So that we can help people. So with this, I will go ahead. Other techniques, you please tell during the discussion time. There are many more techniques available. Here also, this rewind session, we will skip it. Then we will go for what are the common mindfulness meditation myths. This we have to be very careful. There are a lot of rumors going around, because I understand a lot of pseudoscience is spreading in, at least in Kerala, in social media. Horrible. I am finding it very, very, very difficult. So many pseudoscience, rumors, myths are spreading like anything because of, maybe after COVID, I am seeing it. Before that, I don't know. At least social media is full of these things. So we have to be very careful. Any topic you study, we should not drift to pseudoscience. So we should understand what are the mistakes you can offer, you can make in this any field, not only mindfulness meditation, any field you study. There are a lot of wrong things are being even trained, professionally trained. You give money, get trained to learn pseudoscience, and your life is going to be miserable. Our society life is going to be miserable. So I am sorry, I am little emotional here, because this I am observing very, very bad trend, at least in Kerala. Other parts I don't know. No, is religious or spirit. People think it is to do with religion and mindfulness. So some religions oppose it. So don't worry about this. Has nothing to do with religion. Second thing is practice it occasionally and get benefits. At times you do it, not as a regular basis. So it is another myth. It will not get benefit. You should be regular. Need not be every day, but you should put a particular timetable and go ahead with that. And complete calm and silent environment you need. No perfect calm silent environment is required for mindfulness meditation. You can do it anywhere, in a busy traffic bus stand you can do it, or railway station you can do it. Mindfulness especially, meditation I don't know that much. Mindfulness meditation definitely you can do it in a busy place, crowded place, noisy place. No constraint. Only thing you need some practice. Initially, when you do, select a calm place, but once you are practiced and becomes some grip on the
the technique, then you can do it anywhere. And some people take cures many physical and mental problems. I am not aware. It cannot directly solve any physical or mental problems. That is my view. Maybe opposing views may be there, but it may enhance your psychological or physical other treatments you take. Definitely it can enhance, but don't take mindfulness meditation as the basic thing for curing something. My personal view is that it is a myth. If somebody has got a different view, definitely you can tell during discussion, but you have to be very careful. If somebody says you can do miracle with this, don't believe any miracle. I don't believe in miracles, first of all. That is, of course, my personal thing. So we have to, if somebody claims that, you have to be little cautious, study little more, consult other experts and go ahead. Then get physical assets, money or riches is another way of pseudoscience spreading nowadays. In my opinion, it will not bring you any money, but somebody wrongly giving a training, collecting money, making rich, that is unethical, definitely. That way maybe somebody may be making. Otherwise, this is not the way to make directly get assets, money or riches, and never take it that way. So your own goodness, definitely useful. Always feel calm and happy during and after the process. Never expect that. You may be calm and happy, that can be your objective, but don't think that always you will be calm and happy during or after this session. There may be failures, there may be exceptions, but don't worry, you continue with the practice. Long run, definitely it will give result. It is not a quick fix. It is not a quick fix or quick cure for anything. It is complementary and now completely eliminates all thoughts. That you don't expect that. If you put that as an objective, you may get dejected. You may be disappointed. So don't expect that you are going to eliminate all the thoughts. No, don't try to that. That is not the purpose. Maybe meditation may be there, I don't know. But mindful meditation, don't try to remove all your thoughts. Don't try to make your mind as a blank. It has to be kept as an active mind. And it is difficult or easy. Some people find it is very difficult. Some people find it is very easy. Both are wrong. It requires little effort, but not very, very difficult. With proper guidance and tips from the experts, definitely you can do it. Many people do it naturally. I don't know. For example, I know some people, they will be taking food very, very slowly. They have not heard about any mindfulness. They take food very, very slowly, enjoy it and take it. But other people, you can see, they will be rushing in a food. 5 minutes, they will finish breakfast. So you can see these are all naturally, it is there. And another myth is that no time for that. What is there? But in fact, you can do it in a 1 minute session. People think it requires a 1 hour session, 2 hour session, 3 hour session, one day. No, don't think like that. Time is definitely there. If you can do 1 minute, wonderful. Start with that. Maybe 5 minutes, okay. 10 minutes, okay. 15 minutes, okay. I personally recommend not doing more than 15 minutes. And if you spend more than 15 minutes on mindfulness meditation, there may be some other problem. Of course, there may be different views there, but this is my personal view. Don't spend more than 15 minutes per day on this. It can replace other practices, yoga, exercise, other things. Don't believe that. This is not a fit for, something for all other things. You have to do mindfulness, you have to do yoga, you have to do exercises for your muscles, heart, lungs. Our Dr. Venugopal can elaborate on that. You want exercise for your bones. Don't stop any of that. You do. This is an additional thing. You spend 1 minute to maximum 15 minutes, depending on your daily time available. But do it. That is important. Then there are some of the mistakes are there, common mistakes. Not finding time, we have already covered. Inconsistent, again we have covered. Do a few days, then leave it. Then maybe after 1 month, you again do it. So inconsistent, don't, these are one mistake. Then expecting quick result. It's not a quick fix. It takes time to get results, slow, steady growth. Don't expect quick, you attend 1 day training, next day you are expert. Don't think like that. You have to take time, practice. Slowly it will give result. That is the experience of the medical experts where I have attended the training.
thinking on right or wrong. See, whatever thoughts you come is right or wrong, don't think. That is non-judgmental. No, don't worry about judging the things. Then worry of distraction. There is some sound or some lighting is coming, or some people are talking, some music is coming. Don't think these are all distractions. You absorb it. It's also coming into your mind. You just take it easy, let it go. Don't worry about that. Don't get annoyed. It's very important. If you get annoyed about all distractions, your mind is not in your control. That's all it says. So worry about wandering mind. Don't worry about wandering mind, as we have covered already. Then too much distraction may be a problem. It's not a myth. Okay, I have wrongly put it. Too much distraction may be a problem. It may hinder your activity. So you should avoid too much distraction, big noise, or deafening noise. That situation you can avoid. At that time, you can stop your activity and postpone. Maybe you do when it is a little more comfortable environment, you can do it later. And then too much guided meditation. See, when you start, definitely guided meditations are available in YouTube, or video version, audio versions are available for guiding you, especially body scan and many other techniques there are. So you can, initially it may enhance you, but once you pick up the techniques, don't go for guided meditation. That will keep your mind in some other direction. So after getting some training and practice, don't go for guided meditation. Practice it without external aids, self, because your mind has to act, not some other external agency. Overindulgence is another problem. As indicated earlier, don't do it for hours. So do keep a time limit, maybe 1 minute to 15 minutes. And that is what I will recommend. Then drifting to pseudoscience. In the beginning itself hinted, many people practicing mindfulness, not many, few people get into pseudoscience. So we have to be very careful. Those who are teaching, practicing this thing, don't get distracted from this. This is a somewhat science. This mindfulness meditation is somewhat science considered. It may not be 100% science like physics or maths or chemistry, but a moderate type of science. There are definitely empirical experimental evidences. Some sort of theoretical evidences or knowledge also is available, but may not be 100%. So definitely it can be considered as a category of science, not pseudoscience. But many people started practicing this, so many social media things are coming. Many people get into pseudoscience very easily. So you have to be very careful, very watchful. Don't get into pseudoscience. Many even training programs are coming on pseudoscience online. So please be careful. With this warning, I think we are coming to the end of this thing. So rewind, you will again skip. How much time is left? I did not keep watch of the timing. Shall we close a little early so that we will have a beautiful discussion later? This is what I have covered. Exactly 1 hour now. It's exactly 1 hour now. Okay, sorry. You're on time. You're on time. Thank you, on time. Lucky. So we'll have a discussion now. Okay. So thank you. Now, first you can have question answer if anybody has got questions. Short questions, short answers I will give you. After that, you can give feedback. Then maybe after that, you will get into full discussion. Is it okay, Sasikalama? Okay, sir. Okay. Okay. No, please take over, program director. Thank you, sir. Thank you so much. Sir, mindfulness meditation എന്ന ടോപ്പിക് തന്റേതായ പഠനവും അറിവും വെച്ച് സാറ് കുറെ സിമ്പിളായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എക്സ്പേർട്സ് ഇതിലുണ്ട്. ഇതിനെ പഠിക്കുകയും അറിയുകയും ചെയ്ത ഒരുപാട് പേര് നമ്മുടെ പ്ലാറ്റ്ഫോമിലും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ സാറിപ്പോ ഈ സമയം നമുക്ക് തന്നിരിക്കുന്നത് ഫീഡ്ബാക്കിന് മുന്നേ ക്വസ്റ്റ്യൻ ആൻസർ എന്നൊരു ഭാഗമാണ്. സാറിൻ്റെ അടുത്ത് അറിയാനുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായി കുറച്ച് സമയം കൃത്യസമയത്ത് സാറ് തന്റെ സെഷൻ അവസാനിപ്പിക്കുകയാണ്.
എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. അതിനുള്ള സമയം തന്നിരിക്കുകയാണ്. നമുക്ക് പാർട്ടിസിപ്പൻസിന്. സാർ ഒരു സയന്റിസ്റ്റ് ആണ്. പലപ്പോഴും സാർ സ്യൂഡോ സയൻസിനെതിരെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇത് ചിലരൊക്കെ പറയാറുണ്ട് സ്യൂഡോ സയൻസ് ആണ്. സാർ ഇന്ന് ലാസ്റ്റിൽ അവസാനം പറഞ്ഞപ്പം ക്ലിയർ ആയി. 100% സയൻസ് അല്ല. പക്ഷെ ഇത് എക്സ്പെരിമെന്റ് ചെയ്ത് ഇത് തെളിയിച്ചിട്ടുണ്ടോ സയൻസ്? അതായത് സാർ സൂചിപ്പിക്കുകയുണ്ടായി എക്സ്പെരിമെന്റ് ഉണ്ട്. എക്സ്പെരിമെന്റൽ എവിഡൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ സൈക്കോളജിസ്റ്റിനും നമ്മൾ പ്രൊഫഷണൽ മെഡിക്കൽ പ്രാക്ടീഷണറോട് ചോദിച്ചാൽ അറിയാം. വേണുഗോപാൽ സാറിന് കുറച്ചും കൂടെ അതിനെപ്പറ്റി പറയാൻ പറ്റും. ഒബ്സർവേഷൻസ് പ്ലെൻറ്റി ഉണ്ട്. പക്ഷേ തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് 100% ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ അറിവിലേ ഇല്ല. 100% ഇല്ല എന്നല്ല പറയുന്നത്, 100% ആയിട്ടുള്ള തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടില്ല. മേ ബി വി മേ ഹാവ് 70-80% അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദെയർ. ഇവിടെ വേണുഗോപാൽ സാറിന് കുറച്ചും കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇത് സയൻസ് കാറ്റഗറിയിൽ വരുന്നതാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. പക്ഷേ ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡ് ടോപ്പിക്സ് പലതും സൂഡോ സയൻസ് ഉണ്ട്. അത് കെയർഫുൾ ആയിരിക്കണം. എനിക്ക് അവിടെ ട്രെയിൻ ചെയ്ത മെഡിക്കൽ കോളേജിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് പോയ ചിലർ സൂഡോ സയൻസിൽ പോയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം വാണിംഗ് തരുന്നത്. അവരെ പിന്നെ ആ ടീമിൽ നിന്ന് മാറ്റമുണ്ടായി. പറയൂ. സാറേ, പിന്നെ ഗൈഡഡ് മെഡിറ്റേഷൻ തുടർച്ചയായിട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ? ഞാൻ പഠിക്കാൻ അത് ആവശ്യമാണ്. പഠിക്കാനായിട്ട് പലർക്കും ആവശ്യമാണ് ഗൈഡഡ് മെഡിറ്റേഷൻ യൂസ് ചെയ്യാം. പക്ഷെ മെല്ലെ മെല്ലെ അത് കുറച്ച് തനിയെ നമ്മുടെ മൈൻഡാണ് വർക്ക് ചെയ്യേണ്ടത്, എക്സ്റ്റേണൽ സോഴ്സ് അല്ല വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലോലി വിഡ്രോ ഫ്രം ദാറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഇടയ്ക്ക് വല്ലപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡോണ്ട് ഓൾവേസ് ഡു ദാറ്റ്. മറന്നുപോയാൽ അത് ട്രെയിനിങ് റീപ്രാക്ടീസ് ചെയ്യാൻ ഗൈഡഡ് മെഡിറ്റേഷൻ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് യു ഹാവ് ടു ഡു ഇറ്റ് യുവർ ഓൺ. ദാറ്റ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ബോഡി സ്കാൻ മെഡിറ്റേഷൻ യോഗനിദ്ര എന്നാ പറയുന്നത്. അതില് ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ലെന്നാണ് പറയാറുള്ളത്. ശരിയാണ് ആണല്ലേ? അപ്പൊ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പറഞ്ഞത് ഉറങ്ങരുതെന്നാ പറഞ്ഞു. ഉറങ്ങുന്നത് പോരായ്മയാണ്, ഉറങ്ങരുത് എന്നാ പറഞ്ഞു. പക്ഷെ എൻ്റെ സെഷനിലൊരു തമാശ ഉണ്ടായി. എലങ്കോസോറിന് അറിയായിരിക്കും. ഈ ട്രെയിനിങ് സെഷനിൽ ഇത് എനിക്ക് തോന്നുന്നു 2ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. ഭയങ്കര ലഞ്ചൊക്കെ തന്നു, ഹെവി ശാപ്പാടൊക്കെ കഴിച്ചിട്ട് അവർ പറഞ്ഞു ഇത് ലഞ്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബോഡി സ്കാനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് സാറേ ഇത് അപകടമാണ്. ശാപ്പാട് വയറ് നിറച്ച് തന്നിട്ട് ബോഡി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ആരോ ഉറങ്ങാതിരിക്കുക, ഞാൻ ഉറങ്ങുമെന്നും. അവസാനം ഞാൻ ഉറങ്ങുകയും ചെയ്തു. അവസാനം സാറ് എൻ്റെ കാല് പിടിച്ച് വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ടി വന്നു. അത്ര ഉണ്ടല്ലേ? അത് 2 സ്ഥലത്തും ഉണ്ടായി. ഈ മെഡിക്കൽ കോളേജിലും ഉണ്ടായി, ആശ്രമത്തിലും ഉണ്ടായി. 2 സ്ഥലത്തും അതേ എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. വേറെ ആരും അറിയില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഒരു തമാശ പറഞ്ഞു എന്നുള്ളൂ. ആക്ച്വലി ഉണ്ടായതാണ്, കള്ളമല്ല, ഉണ്ടായതാണ്. തമാശ രൂപേണ പറഞ്ഞു എന്നുള്ളൂ. പറയൂ. അതെ സാർ, പിന്നെ ഏതായാലും സാർ ആ മൈൻഡ്ഫുൾ ആയിട്ട് തന്നെയാണ് സാറിന്റെ ആ ക്ലാസ് ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നത്. ഓക്കെ. പിന്നെ സാറേ, ഈ പല യൂണിവേഴ്സിറ്റികളിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ഓൾ ഓവർ വേൾഡ് ഈ സയന്റിഫിക് മെഡിറ്റേഷനായിട്ട് ഹെർബർട്ട് ബെൻസൺ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോ. അദ്ദേഹം പിന്നെ നേപ്പാളിലും മറ്റേ ഇവിടെയൊക്കെ വന്ന് പഠിച്ച് എല്ലായിടത്തും പഠിച്ചു. പിന്നെ ഈ നമ്മുടെ ഹിന്ദു റിലീജിയനിലും ക്രിസ്ത്യൻ റിലീജിയനിലും മുസ്ലിം, ഇതിനകത്ത് 3ഉം ഈ മെഡിറ്റേഷൻ സിസ്റ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കൊടുത്തും വാങ്ങി നടക്കുകയാണ്. ഇതിപ്പം ഇത് റിലീജിയസ് ഒറിജിനല്ല. ബുദ്ധിസത്താണ് ഇതിന്റെ ഒറിജിൻ എന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ. ബുദ്ധമതത്തിന്റെ പ്രത്യേകത ദൈവം ഇല്ല എന്നുള്ളതാണ്. ബുദ്ധമതത്തിൽ ദൈവം ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഉള്ളിലേക്ക് നോക്കുക. അതെ സാർ, ഉള്ളിലേക്ക് നോക്കുക. അതായത് 39 ദിവസം കഴിഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതമായിട്ടിന് വലിയ ബന്ധമില്ല. ഒരു ബുദ്ധമതത്തിന്റെ ആളുകളിൽ നിന്ന് വന്നെന്ന് വെച്ചിട്ട് അത് മതമായിട്ട് ബന്ധം ഇല്ല. പിന്നീട് പല മതങ്ങളും അത് അഡാപ്റ്റ് ചെയ്തു. അതുകൊണ്ട് തെറ്റൊന്നുമില്ല. ചില മതങ്ങളെ ഒപ്പോസ് ചെയ്തു അതിനെ, പിന്നീട് അവരും അത് എടുത്തു. അപ്പോൾ ഇറ്റ് ഈസ് ഓൾ ലേണിംഗ് ടുഗദർ. അപ്പോൾ അത് അത്രയൊരു സ്പിരിറ്റിലേ എടുക്കുന്നുണ്ടോ, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് റിലീജിയനായിട്ട് ബന്ധപ്പെടുത്തണ്ട. അപ്പോൾ ഒത്തിരി റെസിസ്റ്റൻസ് വരും അതിന്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ എല്ലാം പുറത്തേക്കായിരിക്കും. അപ്പൊ അതിനെ അത് ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ഒരു, അല്ലേ?
അതങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല. അല്ല, 5 ഇന്ദ്രിയങ്ങളും നമുക്ക് പുറത്തേക്കായിരിക്കും. അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് വരണം. ഇല്ല, ഒന്നിനെയും ബ്ലോക്ക് ചെയ്യണ്ട, ഒന്നിനെയും ബ്ലോക്ക് ചെയ്യരുത്. യൂസ് ദം. എനിക്കത് ഇന്ദ്രിയങ്ങളെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അത് വേറെ ഏതെങ്കിലും പ്രാക്ടീസ് ആവും. ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ ഒന്നിനെയും നമ്മൾ ബ്ലോക്ക് ചെയ്യരുത്. എല്ലാറ്റിനെയും ഫ്രീ ആയിട്ട് വിട്ടേക്കണം. എല്ലാറ്റിനെയും ഫ്രീ ആയിട്ട് വിട്ടേക്കണം. ബട്ട് യു ഷുഡ് ഹാവ് കൺട്രോൾ. ഡോണ്ട് ബ്ലോക്ക് ഇറ്റ്. പിന്നെ സാറേ, ബെനിഫിറ്റിനകത്ത് നമുക്ക് ഈ സമയത്ത് ഓട്ടോ സജഷനും അഫർമേഷനും ഒക്കെ കൊടുക്കാൻ പറ്റും മൈൻഡ്ഫുൾ ആയിട്ട്. അത് എനിക്ക് അറിയില്ല, അറിയാത്ത കാര്യം ഞാൻ പറയില്ല. ഒത്തിരി സൈക്കോളജി ഓൺലൈൻ സെഷൻസ് നടക്കുന്നുണ്ട്, എനിക്ക് അതിനെ പറ്റി അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയില്ല. ഓക്കെ സാർ. പിന്നെ സാർ LPSCയിലായിരുന്നോ VSSCയിലായിരുന്നോ? VSSCയിൽ. ഓക്കെ. VSSCയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അനിൽ? ഇല്ല സാർ, എനിക്ക് അവിടെ കുറെ ആൾക്കാരുമായിട്ട് പരിചയക്കാരുണ്ട്. ഓക്കെ. താങ്ക് യു. വണ്ടർഫുൾ. ഒരു ചോദ്യം. പറയൂ. നമ്മൾ കോഫി കുടിക്കുമ്പോ നമ്മളത് ആസ്വദിച്ച് കുടിക്കുന്നു, അതാണല്ലോ മൈൻഡ്ഫുൾ. അതെ, ഇത് മെഡിറ്റേഷനിൽ വരുമോ? ഇപ്പൊ മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ ഒരു ഭാഗമായിട്ട് സാർ ഇപ്പൊ ഒരു കോഫി കുടിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുന്നത്, അത് മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുക, അതിനെ ആസ്വദിച്ചുകൊണ്ട് കഴിക്കുക അല്ലെങ്കിൽ കുടിക്കുക എന്നുള്ളതാണല്ലോ അത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാന്ന് പറയുന്നത്. അതൊരു മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് വരുമോ? അത് മൈൻഡ്ഫുൾനെസിന്റെ ഭാഗമാണ് അത്. അപ്പോൾ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് വരും. പ്യൂർ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് വരില്ല. അതാണ് ഞാൻ ചോദിച്ചത്. മൈൻഡ്ഫുൾനെസ്സിന് മാത്രമല്ലേ അത് വരുന്നത്? മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും കോമ്പിനേഷനാണ്. സാർ, ഇതിന് ഞാൻ ആൻസർ ചെയ്യട്ടെ? പറയൂ. യെസ്, ഇസ്മായിൽ സാർ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത് പറയുക? സാർ, ഞാൻ അതല്ല, ഇതിലിപ്പോ സാറ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്നുള്ള ഒരു ടോപ്പിക് അതിൽ തന്നെയാണ് പറയുന്നത്. മൈൻഡ്ഫുൾനെസ്സിൽ പ്രത്യേകിച്ച് അല്ല പറയുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ അതിൽ തന്നെ പൂർണ്ണമായി മുഴുകിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് എന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മെഡിറ്റേഷനിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. സാറിന്റെ ചോദ്യം തന്നെ ഞാൻ മറുചോദ്യം വയ്ക്കാം. വാട്ട് ഈസ് മെഡിറ്റേഷൻ? സാർ അത് പറയുക. ഇപ്പം ഫ്രാൻസിസ് സാർ എല്ലാം കാണിച്ചു തന്ന് താങ്കൾ മനസ്സിലാക്കിയത് ഇപ്പം മെഡിറ്റേഷനിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാനുള്ള ഉത്തരം വാട്ട് ഈസ് മെഡിറ്റേഷൻ നമ്മുടെ മൈൻഡിൽ ഒരു ഡെഫിനിഷൻ റൈറ്റ് ആയിട്ട് വേണം. അത് താങ്കൾ എന്താണ് എടുത്തത് അത് പറയും. മെഡിറ്റേഷൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ മെഡിറ്റേഷൻ കൊണ്ട് മനസ്സിലാക്കിയത്. മനസ്സിനെ ശാന്തമാക്കുക. ഈ പോയിന്റ് തന്നെ എനിക്ക് ആവശ്യം. ഇപ്പോൾ താങ്കൾ സമാധാനമായിട്ട് രുചിച്ച് എൻജോയ് ചെയ്ത് ആ ലിപ്സ് എങ്ങനെ ടച്ച് ചെയ്യുന്നു, നാക്കിൽ എങ്ങനെ ടേസ്റ്റ് വരുന്നതെന്ന് താങ്കൾ എൻജോയ് ചെയ്യുവാണെങ്കിൽ താങ്കൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതല്ലേ അർത്ഥം? ശാന്തമാക്കി വേറൊന്നുമില്ല. ഇപ്പം ഈ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ മക്കൾക്ക് വേറൊരു ഓർഡർ കൊടുക്കുന്നതോ അല്ല ബസ് വന്നൊന്ന് നോക്കുന്നോ ഇത് ഒന്നുമേ സാർ പറയുന്നില്ല. യു ആർ ലുക്കിംഗ് അറ്റ് ദ കപ്പ്. കപ്പിലുള്ള നുറല്ലേ പത വരെ എത്ര ഹൈറ്റിൽ, അതെല്ലാം നോക്കി സാറ് ലിപ്സിൽ എത്ര ടച്ചിങ് വന്ന്, ലിപ്സിൽ എങ്ങനെയാണ് വിസ്കോസിറ്റി വന്നത്, ഇത് ഓരോന്നും സാർ ഒബ്സർവ് ആണ്. മൈൻഡ്ഫുൾനെസ് ഇസ് നത്തിങ് ബട്ട് ഗെറ്റിംഗ് അവയർനെസ് ആൻഡ് അറ്റൻഡിങ് ടു ഇറ്റ് ആൻഡ് ദാറ്റ് ടു ഓൺ ദ പ്രസന്റ് മൂമെന്റ്. ഈ മൂന്നെണ്ണമാണ് വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്. നമുക്ക് ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം കുടിച്ച സിപ്പിലിരുന്ന് ഇതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാതെ നെക്സ്റ്റ് ടൈം വെൻ യു ഡ്രിങ്ക് ഇറ്റ് ഓർ വെൻ യു സിപ്പ് ഇറ്റ് യു ഹാവ് എ ഫ്രഷ് ഐഡിയ. ഇതാണ് മൈൻഡ്ഫുൾനെസ്. ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്തുകൊണ്ട് നമ്മളെല്ലാം പറയുന്നെന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞതുപോലെ കാമാക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ് സാറ് ഫസ്റ്റ് ഒരു ലൈൻ ഫ്രാൻസിസ് സാർ പറഞ്ഞത്, there is no multitasking. You should have everything in a single area, aware and attend. അപ്പം താങ്കൾ ചെയ്യുന്ന ചായ കുടിക്കുന്നത് ഒരു മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ. വളരെ നന്നായിട്ട് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു സാർ. എലങ്കോ സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫ്രാൻസിസ് സാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. നമുക്കിനി ഫീഡ്ബാക്കിലേക്ക് പോകാം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ സെഷനില് ഒരുപാട് ഡിസ്കഷനും എല്ലാവരുടെയും അറിവുകളും അറിയാൻ കഴിയുന്നുണ്ടാകും. നമുക്ക് ഫ്രാൻസിസ് സാറിന് ഇന്ന് ഫീഡ്ബാക്ക് കൊടുക്കാം. അതിനായി എല്ലാവരെയും ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. അൻസാരി സാർ, പ്ലീസ് സാർ. യെസ് സാർ. അപ്പം
സാറ് ഇന്നോവേഷൻ മാത്രമല്ല പഴയ കാര്യങ്ങളും കൂടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ പിന്നെ ശരിക്കും മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലായിടത്തും എസ്പെഷ്യലി ഇൻ ദി മെഡിക്കൽ ഫീൽഡ് മിക്കവാറും ഉള്ള നല്ല വലിയ ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ഇതിന്റെ ട്രെയിനിങ്ങുകളും പിന്നെ കുറച്ച് സമയമെങ്കിലും ഇത് ചെയ്യാറുണ്ട്. പിന്നെ അപ്പൊ അതിന്റെ കാര്യം പല കാര്യങ്ങളിലും കോൺസെൻട്രേഷൻ കൂട്ടുവാനും ഒക്കെ അത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഞാനും മെഡിക്കൽ കോളേജിലത്തെ ട്രെയിനിങ്ങിന് പോയതാണ്, 2 കോഴ്സ് ചെയ്താണ്. അപ്പൊ അതില് അത് തന്നെ മൈൻഡ്ഫുൾനെസ്. പക്ഷെ ഇതെന്താന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. കാരണം ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ആണ്, നമുക്ക് റെസ്റ്റ് വേണം. അതുപോലെ പിന്നെ 5 മിനിറ്റ് കിട്ടിയാലും 2 മിനിറ്റ് കിട്ടിയാലും വേണമെങ്കിൽ മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഇപ്പൊ ബസ്സിലിരിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ പോലും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് അവര്. കാരണം എന്തുവാന്ന് പറഞ്ഞാല് വെന്നെവർ വി വാണ്ട് സം പിന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡ് വേണം കിട്ടിയാൽ, അല്ലെങ്കിൽ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ശ്വാസത്തിന്റെ കാര്യം മാത്രം പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ റിലാക്സേഷൻ കിട്ടും. അപ്പം പിന്നെ ഹാർഡ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും ഭയങ്കര ടെൻഷൻ ആയിട്ടിരിക്കുമ്പോഴും കുറച്ച് സമയം മാറി ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല പീസായിട്ട് ആ പണി ചെയ്യാം എന്നുള്ളതാണ്. സാറ് നല്ലതുപോലെ ആസ് യൂഷ്വൽ പിന്നെ നല്ലതുപോലെ ക്ലാസ് എടുത്തു. വളരെ താങ്ക്സ് സാർ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് സാർ. സാർ എന്നാ നാട്ടിലെത്തുന്നത്? സാർ എന്നാ നാട്ടിൽ വരുന്നത്? സെപ്റ്റംബറിൽ വരും. അവിടെ ഞാൻ അവിടെ ചേർന്നിട്ടുണ്ട്. അവിടെ പിന്നെ ട്രെയിനിങ് സെന്ററിലെ അവിടെ മാസം തോറും എല്ലാ മാസവും ഒന്നും കാണില്ല. ഇതില്ല, എല്ലാ മാസം കാണില്ല. ഓക്കെ ഓക്കെ, ശരി സാറേ. ലെറ്റ് അതേഴ്സ് സ്പീക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച്. സരി സാർ പതിപോലെ രാവിലത്തെ സമയം കണ്ടെത്തി ഇന്നത്തെ സെഷനിലും പങ്കെടുത്തു, അഭിപ്രായം പറഞ്ഞു. താങ്ക് യു സാർ. ഇനി അടുത്തതായി യെസ് രാജു സാർ പ്ലീസ്. സാർ സെഷനോട് നീളം സാർ. താങ്ക് യു ശ്രീകല മാഡം. ഫ്രാൻസിസ് സാറ് സാധാരണ സയന്റിഫിക് ടോപ്പിക്സുമായിട്ട് വരുന്ന നേരം പലപ്പോഴും ദുരൂഹമായിട്ടുള്ള സബ്ജക്ട്സ് ആയതുകൊണ്ട് ഇത്രയും ആസ്വദിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇന്നത്തെ ടോപ്പിക്ക് സാറ് ഈ മെഡിറ്റേഷനെ കുറിച്ച് ആയതുകൊണ്ട് എനിക്ക് വളരെയധികം ആസ്വദിക്കാൻ സാധിച്ചു. വളരെ സിമ്പിളായിട്ട് വളരെ നല്ല വാക്കുകളിൽ നല്ല PPT ഒക്കെ ഉപയോഗിച്ച് സാർ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ സാറിന് സയന്റിഫിക് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല ഇതുപോലെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് തെളിയിച്ചു. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. കാരണം ഈ മെഡിറ്റേഷനൊക്കെ പലരും ചെയ്യുന്നുണ്ടെങ്കിലും അത് സയന്റിഫിക് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പലരും ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെയും ചെയ്യാൻ പ്രേരക ശക്തിയായിട്ട് ടീച്ചർ സാറിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയതുകൊണ്ട് സയന്റിഫിക് ആണെന്നുള്ളൊരു ഫീലിംഗ് ഞങ്ങൾക്കുണ്ടായി. കുറച്ചുകൂടി ക്രെഡിബിൾ ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇതിലേക്ക് കടന്നു വരും. കൂടുതൽ ആളുകൾക്ക് ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ്സും പ്രസൻസ് ഓഫ് മൈൻഡും ഒക്കെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. പ്രത്യേകിച്ച് ട്രെയിനേഴ്സ് ആണല്ലോ ഇവിടെ കൂടുതൽ. ട്രെയിനേഴ്സിന് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ട്രെയിനിങ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളത് ഞാൻ സംശയമില്ല. ശശികല മാഡം അതിനൊരു ഉദാഹരണമാണ്. മാഡം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് സ്പീഡ് ചെയ്യുന്ന റോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ന് പോസിറ്റീവ് തോട്ട് പറഞ്ഞതായിട്ടുള്ള വിനീഷ് സാർ വളരെ ഭംഗിയായിട്ട് ആ വിഷയം അവതരിപ്പിച്ചു. ഇന്നത്തെ ഈ പ്രഭാതത്തിലെ ഈ 3
നിങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ട് ഈ പ്രഭാതത്തെ വളരെയധികം യൂസ്ഫുൾ ആക്കി, ധന്യമാക്കിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. മുഴുവനായി ലൈവായിരുന്ന് പങ്കെടുത്തു. സാറ് അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. ദെൻ സാറിന് ഫീഡ്ബാക്ക് കൊടുക്കുകയാണോ? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല ഓപ്പൺ സെഷൻ ഇതിന് ശേഷം കാണുമെന്നാണ്. ഒരുപാട് നേരത്തെ തന്നെ ഇവിടെ കേട്ടിട്ടുണ്ട്. കാര്യങ്ങൾ എല്ലാവർക്കും പറയാനുണ്ട്. ഞാൻ അറ്റൻഷൻ ഉണ്ടോ എന്നതാണ് നോക്കുന്നത്. ഇളങ്കോ ഓപ്പൺ സെഷനിലേക്കാണോ? അതെ, ഞാൻ ഓപ്പൺ സെക്ഷനിൽ സംസാരിക്കണം. സാർ ആക്ച്വലി ഹി വാസ് വെരി പ്രീഷ്യസ് ടു ദ പോയിന്റ്. ബുള്ളിൽ തട്ടിയതുപോലെയാണ് സാർ പറഞ്ഞത്. എക്സ്ട്രാ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. മീൻസ് സാറ് ഡോട്ട്സ് വെച്ച് ആ ഡോട്ട്സിൽ മാത്രം സംസാരിച്ച് he made us to understand what is mindfulness. മൈൻഡ്ഫുൾനെസ്സിന് പലരും പല കഥകൾ പറയും. ഞാനും ഒരു നോർത്ത് കേരളയുടെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത് they were talking about something else. പക്ഷെ സാറ് അതിന് റെഫറൻസ് ബുക്കുകൾ വരെ തന്ന്, അത് മാത്രമല്ല why am I talking എന്ന് പറഞ്ഞ് am I authorized എന്ന് പറഞ്ഞ് സാർ ഫസ്റ്റ് പ്രീഫേസിൽ സംസാരിച്ചു. I have done this course, I have done this course, I have done this course, therefore I am an eligible person to tell you people എന്ന് പറഞ്ഞു. അടുത്ത് these are the books you can refer in case if you want to go for beginners എന്ന് പറഞ്ഞ് സാർ സ്റ്റാർട്ട് ചെയ്ത് അതിനകത്തുള്ള സാറിന്റെ എക്സ്പീരിയൻഷ്യൽ മോഡും സാറിന്റെ ലേണിംഗ് മോഡും എല്ലാം കൊണ്ടുവന്ന് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ടു മൈ ഓൺ സൊസൈറ്റി തോട്ട്സ് എന്ന് പറഞ്ഞ് സാർ കൊണ്ടുവന്നതിൽ വളരെ നന്ദി. നല്ല രീതിയിൽ കൊണ്ടുവന്നത്. ബിയോണ്ട് ദാറ്റ് സാറിനെ കുറിച്ച് എനിക്ക് എപ്പോഴും നല്ല അഭിപ്രായമുള്ളത് എന്താന്ന് പറഞ്ഞാൽ, സാർ എത്ര ടോപ്പിക് കൊണ്ടുവന്നാലും ഐ വിൽ അക്സെപ്റ്റ് യുവർ പോയിന്റ് ആൾസോ, യു ലെറ്റ് അതേഴ്സ് ആൾസോ സ്പീക്ക് എന്ന് എന്നും പറയുന്ന ഒരു പോയിന്റ്. അത് എല്ലാ ട്രെയിനേഴ്സിനും ഉള്ള ഒരു എബിലിറ്റി അല്ല. എല്ലാ ട്രെയിനേഴ്സും വാട്ട് ഐ ബ്രോട്ട് ലെറ്റ് മീ ഇമ്പോസ് ഓൺ യു എന്ന് പറയും. പക്ഷെ ഫ്രാൻസിസ് സാർ എപ്പോഴും അങ്ങനല്ല. എവറിത്തിങ് ഈസ് അക്സെപ്റ്റബിൾ. Because a trainer is a person who is trying to just enhance his ability from what he is having എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ എക്സാമ്പിൾ ആണ് നമ്മുടെ ഫ്രാൻസിസ് സാർ. എന്ന് പറഞ്ഞാൽ വാട്ട് യു സെഡ് ഈസ് റൈറ്റ്, ബട്ട് ഇങ്ങനെയും എടുക്കാം അങ്ങനെ എടുക്കാം. നിന്റെ ആംഗിളിൽ ഇരുന്ന് നീ ഇങ്ങനെ എടുത്തു, നൗ എന്റെ ആംഗിളിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ എടുത്തു, നമുക്ക് അങ്ങനെ ചർച്ച ചെയ്ത് ക്ലിയർ ചെയ്യാമെന്ന് എപ്പോഴും ഫ്രാൻസിസ് സാർ പറയും. റിയലി I feel very elated. I salute you, sir. I am very enriched by listening to yours. I mean, എനിക്ക് ഒരു റെപ്യൂട്ടേഷൻ കൂടെ കിട്ടി. Thank you, sir. You are my guru. Thank you. താങ്ക് യു സർ. വളരെ ഒരു കീൻ ഒബ്സർവേഷൻ ആണത്. സാറ് ശരിയായിരുന്നു. ഫ്രാൻസിസ് സാർ തന്റെ സെഷനിലുടനീളം എന്റെ കൺസെപ്റ്റ് ആണിത്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, ഒരുപാട് ഓരോ ഭാഗം പറയുമ്പോഴും സാർ അത് എടുത്തു പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെല്ലാം നമുക്ക് ഓപ്പൺ സെഷനിൽ പ്രതീക്ഷിക്കാം. തുടർന്ന് ആരും പ്രത്യേകിച്ച് പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ഓപ്പൺ സെഷൻ. ഞാൻ പറയാം ശശികലമ്മ, ഞാനൊരു ഫീഡ്ബാക്ക് കൊടുക്കട്ടെ. അതുമേലെ പീഡിക്കൊരു ഫീഡ്ബാക്ക്. പീഡി വളരെ മനോഹരമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ആ മൈക്കിന്റെ ഇത് പ്രോബ്ലം, ഇതൊരു 5-6 മാസമായി പീഡിയായിട്ട് ഇരിക്കുമ്പോഴും ഇത് തന്നെ കണ്ടിന്യൂ ആണ്. ആ മൈക്കിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഞാനിത് 2-3 തവണ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ പറയില്ല. ഓക്കെ, കാരണം അത് ടോട്ടലൊരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. കാരണം ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, പലപ്പോഴും കട്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് നെക്സ്റ്റ് ടൈം അതൊന്ന് കറക്റ്റ് ആക്കുക. പിന്നെ നമ്മുടെ ട്രെയിനർ, നമ്മുടെ സാറ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാറാണ്. ആ സാറിന്റെ ക്ലാസ് അതൊരു ഡിഫറെന്റ് വേ ആണ്. മറ്റുള്ളവരെടുക്കുന്നതിൽ നിന്നും ഒരു ഡിഫറെന്റ് ആയിട്ടാണ് എല്ലാ ക്ലാസ്സുകളും എടുക്കാറുള്ളത്. അറിയാൻ പാടില്ലാത്ത, ഉറപ്പില്ലാത്തൊരു കാര്യവും സാറ് പറയാറില്ല. ഉറപ്പില്ലെങ്കിൽ പറയും എനിക്കതേ പറ്റി അറിയില്ലെന്ന് വ്യക്തമായിട്ട് സാറെ പറയും. പിന്നീട് സാർ എപ്പോഴും നമ്മളെല്ലാവരുടെ പാർട്ടിസിപ്പൻസിന്റെ എല്ലാം ഇത് എടുക്കാറുണ്ട്, അഡ്വൈസ് എടുക്കാറുണ്ട്.
സാർ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് ആണെങ്കിലും സാറ് വളരെയധികം താഴ്ന്ന ലെവലിലേക്ക് അങ്ങനെ നിന്നിട്ടാണ് നമ്മുടെ കൂടെ നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയാറ് ഉള്ളത്. സാറ് പിന്നെ എടുത്ത് ഇംഗ്ലീഷിൽ എടുത്തതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയി. മലയാളം എടുക്കാണ്ട് ഇരുന്നത് എന്നെ ഉദ്ദേശിച്ചായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് മലയാളം മനസ്സിലാവില്ല എന്നോർത്തുകൊണ്ടായിരിക്കും സാറ് ഫുള്ള് ഇംഗ്ലീഷിൽ എടുത്ത്. അതെന്തായാലും അതുകൊണ്ട് എന്തായാലും താങ്ക് യു സാർ. സാർ എന്തായാലും പിന്നെടുത്ത് സൂഡോ സയൻസിനെ പിന്നെ പറ്റിയിട്ടുള്ള അതിനെ കുറിച്ച് നന്നായിട്ടൊരു വിമർശന ബുദ്ധിയോടുകൂടി സാറ് അതിനെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെടുത്ത് നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ വേണുഗോപാൽ സാറിനെ നന്നായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. 2-3 തവണ ഡോക്ടർ വേണുഗോപാൽ സാറിന്റെ പേര് പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു പുതിയൊരു കാൽവെപ്പായിരിക്കും ആ സാറിന്റെ. താങ്ക് യു സാർ. വെൽക്കം ഡോക്ടർ വേണുഗോപാൽ സാർ. പിന്നെ അടുത്ത് പോസിറ്റീവ് തോട്ട് പറഞ്ഞ ബെനീഷ് സാറ് ബിസിനസ്സുകാരൻ ആയതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് തോട്ടാണ് കൊണ്ടുവന്ന്. താങ്ക് യു ഓൾ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. സാറ് എല്ലാ ഏരിയകളിലൂടെയും കടന്നുപോയി. താങ്ക് യു സോ മച്ച് സാർ. ഇനി എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രാൻസിസ് സാറ് പറഞ്ഞ പോലെ തന്നെ മൈൻഡ്ഫുൾനെസ്, ആ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന ടോപ്പിക്ക് സാറിന്റെ ശൈലിയില് സാർ ഇപ്പം ഇവിടെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഒരു മൈൻഡ്ഫുൾ ആ ഒരു രീതിയിലുള്ളൊരു സെഷൻ സാറ് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് എന്നത് ഈ കുറഞ്ഞ സമയം കൊണ്ട് അവതരിപ്പിക്കാനുള്ള ഒരു ടോപ്പിക് അല്ല എന്നതും പറഞ്ഞിട്ടുണ്ട്. എന്നാലും എല്ലാ ഏരിയസും ടച്ച് ചെയ്ത് പഠനങ്ങൾ നടത്തി ഒരുപാട് റെഫറൻസ് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ സാറ് സെഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് സെഷനിൽ സാറ് ചെറിയൊരു സമയം പാർട്ടിസിപ്പൻസിന്റെ ഒരു ഇന്ററാക്ഷൻ എന്ന രീതിയിൽ സാറൊരു ചോദ്യ ഉത്തരം എന്ന രീതിയിൽ തന്നു. അവിടെ രാജു സാറ്, അനിൽ സാർ, ഇളങ്കു സാർ, ഇസ്മയിൽ സാർ ഇവരെല്ലാം സാറിനോടൊപ്പം കാര്യങ്ങൾ പറയുകയും മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കുന്ന രീതിയിൽ അവിടെ ഉത്തരങ്ങളും ചോദ്യങ്ങളുമായിട്ട് വന്നതിനും നന്ദി പറയുന്നു. തുടർന്ന് നമുക്ക് ഫീഡ്ബാക്ക് അൻസാരി സാർ, രാജു സാർ, ഇളങ്കു സാർ ഒരു സാറിനോടുള്ള സെഷന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മാഡം കേൾക്കാമോ? നെറ്റിന്റെ ഇഷ്യൂ പറ്റിയില്ല. വിൻസെന്റ് സാർ, ഫ്രാൻസിസ് സാർ കേൾക്കാമോ? കേൾക്കാം. നെറ്റ് ഇഷ്യൂ കൊണ്ട് മുഴുവൻ ആസ്വദിക്കാൻ പറ്റിയില്ല. പക്ഷെ സാറുടെ ഒരു ടോപ്പിക് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും കയറണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും കയറുകയായിരുന്നു. സാറിന്റെ യൂട്യൂബിൽ കേൾക്കും. ഞാൻ കേട്ടിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഞാൻ നേരിട്ട് വിളിക്കാം. പക്ഷെ ഞാൻ 2 വാക്ക് പറയാനാണ് ഇപ്പൊ വന്നത്. കാരണം സാധാരണ പ്രസാദ് സാറ് പറഞ്ഞല്ലോ, സാധാരണ ട്രെയിനിങ്ങിൽ സാറിനെ വ്യത്യസ്തനാക്കുന്നത് സാറുടെ ഒരു സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ദ ട്രെയിനിങ് എന്ന് എപ്പോഴും തോന്നിയില്ല. ഏത് വിഷയം എടുത്താലും അതിനകത്ത് ഒരു സമഗ്രമായിട്ടുള്ളൊരു അതിൻ്റെ റെഫറൻസും അതിനകത്ത് പറയുന്നേക്കാൾ കൂടുതൽ സാറ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നുള്ളൊരു അപ്രോച്ചാണ് എപ്പോഴും എടുക്കുന്നത്. എല്ലാവരും ട്രെയിനറെക്കാളിലും അറിവുള്ളവരാണെന്നൊരു ധ്വനി സാറിന്റെ ത്രൂ ഔട്ട് പ്രസന്റേഷൻ ഉണ്ട്. പക്ഷെ സാറിന്റെ പ്രസന്റേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വെൽ സ്റ്റഡീഡ് ടോപ്പിക്സ് ആയിരിക്കും. അത് സാർ എടുത്ത ഏത് ടോപ്പിക് ആയാലും ശരി, ട്രെയിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടോപ്പിക് എടുത്തിട്ടുണ്ട്. നമ്മളുടെ മൈൻഡ്ഫുൾനെസ് ഇപ്പം എടുത്തു. അതിനു മുമ്പ് സയൻസ് ആൻഡ് സ്യൂഡോ സയൻസ് എടുത്തപ്പോഴും അല്ലെങ്കിൽ ഡിസൈൻ തിങ്കിങ് എന്തെടുത്താലും ശരി അതിനൊരു സയന്റിഫിക് അപ്രോച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ വന്നത്. താങ്ക് യു സർ. മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമത്തിൽ അതുകൊണ്ട് ഞാൻ നേരത്തെ ഫീഡ്ബാക്ക് പറയാം. താങ്ക് യു. ഞാൻ സാറിനെ വിളിക്കാം. കേട്ടു. യൂട്യൂബിൽ നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം.
തീർച്ചയായും ഞാൻ വിളിക്കാം സാർ, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ്. താങ്ക് യു സർ. താങ്ക് യു. ഓവർ ടു ശശികലമാണ്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് കയറിയത് കൊണ്ട് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. മാഡത്തിന്റെ ഇൻട്രൊഡക്ഷൻ മുതലാണ് കേട്ടത്. താങ്ക് യു. ഗ്രേറ്റ്. സാറും പതിവ് പോലെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. സാറിന് നന്ദി. ഇന്ന് ബിനീഷ് സാറിന്റെ ബിസിനസ്സുകാരനെ എക്സാമ്പിൾ ആക്കിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി ഒരുപാട് അനുഭവങ്ങളും പരിചയങ്ങളും ഉള്ള ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ആളുകളുടെ സമ്പർക്കം നമ്മളെ എത്രമാത്രം പുരോഗതിയിലേക്ക് കൊണ്ടുപോകും, നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകും, ആലോചനയും അനുഭവ സമ്പത്തും എന്നതായിരുന്നു ഇന്ന് ബിനീഷ് സാറിന്റെ പോസിറ്റീവ് തോട്ടിലൂടെ വന്ന മെസ്സേജ്. അതിനെ തുടർന്ന് വന്ന് ഫ്രാൻസിസ് സാറിന്റെ സെഷനും മനോഹരമായിരുന്നു. എങ്ങനെയായിരിക്കണം സാർ അതില് എല്ലാവരും പറഞ്ഞ പോലെ സൂഡോ സയൻസും ഒക്കെ എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ സാറ് പല പല ഏരിയാസും ഇപ്പം ഈ പഠനത്തിനായി സാറ് ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സാറ് പറയുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു കാര്യത്തെ പലരും വളച്ചൊടിക്കുന്നതും അത് ശരിയല്ലാത്ത രീതിയിൽ സമൂഹത്തിൽ എത്തുന്നതും എല്ലാം സാർ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. സാറിന്റെ സെഷന് നന്ദി. ഇന്നത്തെ മനോഹരമാക്കിയതിന് സാറിന് എന്താണ് പറയാനുള്ളത്? അതിനെ തുടർന്ന് നമുക്ക് സെഷനിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. എനിക്കിപ്പോൾ താങ്ക് യു മാത്രമേ പറയാനുള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നത് നേരെ ഓപ്പൺ സെഷനിലേക്ക് പോകാം. എനിക്ക് ഒത്തിരി ആളുകൾക്ക് പല അഡീഷണൽ പോയിന്റ്സ് തരാനുണ്ട്. അപ്പോൾ അവർക്കുള്ള സമയം കൊടുക്കണം. താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കും തുടർന്ന് വളരെ നല്ലൊരു സെഷന് വേണ്ടി നമുക്ക് വിട്ടുകൊടുക്കാം. സാറിന്റെ സാന്നിധ്യത്തിൽ തന്നെ എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഓപ്പൺ സെഷനിലേക്ക്. ഓക്കെ, താങ്ക്സ് ടു ഓൾ. മറ്റത് ഇസ്മായിൽ സാറിന്റെ ഡൗട്ടിന് മെളങ്കോ സാറ് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് തന്നത്. എനിക്കും അതൊരു ഉപകാരമായി. മെളങ്കോ സാറിന്റെ ഒരു ഇത്. താങ്ക് യു സർ. വേണു സർ വന്നിട്ടുണ്ടല്ലോ. ഡോക്ടർ വേണുവിടെ തുടർന്ന് നമ്മൾ കുറച്ച് തുടങ്ങാം. വേണു സർ. ഓക്കെ, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് മിക്കവർക്കും ഇഷ്ടപ്പെടത്തില്ല. ഈ ടോപ്പിക്കാണ് അതാ വേണ്ട ഞങ്ങക്ക്. ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഞാൻ യോഗ 3 വർഷം ഞാൻ കംപ്ലീറ്റ് പഠിച്ചിട്ടുള്ളവരാണ്. നാട്ടില് ഒരു ബാലകൃഷ്ണ ശർമ്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി. അദ്ദേഹമായിട്ട് 1-on-1 സെഷൻ 3 വർഷം. അത് കാരണം ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ യോഗയെക്കുറിച്ച് ഒന്നും അറിയാതെ സൂപ്പർഫിഷ്യൽ ആയിട്ട് പറയുന്ന ആളല്ല. ഉള്ള മെഡിറ്റേഷൻ, കുറെ ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ അങ്ങനെ ഇങ്ങനെയുള്ള ഇതെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ ഒരു 40 കൊല്ലം കൊണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ അവസാനം യോഗ കൊണ്ടുള്ള ബെനിഫിറ്റ് ചില അസുഖങ്ങൾക്ക് ഈ മെഡിറ്റേഷന്റെ കാര്യത്തില് ഇത് എല്ലാത്തിനുള്ള ഒരു ടൂ മച്ച് ഓഫ് ഹൈപ്പാണ് ഈ മെഡിറ്റേഷൻ. ദാറ്റ് ഈസ് മൈ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ബേസ്ഡും ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതിലും. നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമായിരിക്കാം, ഈ ജയേന്ദ്ര സരസ്വതി എന്ന് പറഞ്ഞ കാഞ്ചി കാമകോടി പീഠത്തിന്റെ 69th ആയിട്ടിരുന്ന അദ്ദേഹത്തിന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാഞ്ചി കാമകോടി പീഠത്തിൻ്റെതായിരുന്ന അദ്ദേഹം വന്നിട്ട് ഈ ഉള്ള വേദ എല്ലാം കലക്കി കുടിച്ച മനുഷ്യനാണ്. യോഗ, മെഡിറ്റേഷൻ, വേദ എല്ലാം കലക്കി കുടിച്ച ആ ജയേന്ദ്ര സരസ്വതി around 2004 or 5, I don't remember exactly, he was arrested. ക്രിമിനൽ ചാർജസ് വെച്ചിട്ട് ഒരാളുടെ കൊലപാതകമായിട്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു. ഐ വാസ് ക്യൂരിയസ്. ഞാൻ ഇതേപോലെ സംഭവം എല്ലാം വരുമ്പോൾ ഞാൻ പിന്നെ എവറി ഡേ അതിനെ ഫോളോ ചെയ്യും.
a Hindu newspaper every day I used to. ഈ സ്വാമിക്ക് വന്നിട്ട് ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ നേരത്തെ ഉള്ള സ്വാമിയാണ്. അതിനെല്ലാം മരുന്നും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻസുലിൻ ഫോർ ഡയബറ്റീസ്, പ്രഷറിന്റെ ഗുളികയും. സ്വാമിജിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയതിനു ശേഷം ആൾമോസ്റ്റ് എവറി ഡേ ഒരു ബെയിലിന് വേണ്ടി ട്രൈ ചെയ്യണം ഓൺ മെഡിക്കൽ ഗ്രൗണ്ട്സ്. സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ സെയിം മെഡിസിൻസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇൻസുലിൻ നിർത്തിയിട്ടില്ല, ബ്ലഡ് പ്രഷർ മെഡിസിൻ നിർത്തിയിട്ടില്ല. ഡയബറ്റീസ് വെൻ ഔട്ട് ഓഫ് കൺട്രോൾ, ബ്ലഡ് പ്രഷർ വെൻ ഔട്ട് ഓഫ് കൺട്രോൾ. ആ കുട്ടികൾ എന്താ സംഭവിക്കുന്നതാണ്? സ്ട്രെസ്. ആ അറസ്റ്റ് ചെയ്തപ്പോഴുള്ള സ്ട്രെസ് ആണ്. അപ്പൊ ഈ പറഞ്ഞ ഈ യോഗ, മെഡിറ്റേഷൻ, ഈ ഇത് വേദ, ഉപനിഷത്ത്, ഇത് ഒന്നും തന്നെ അവസാനം സ്ട്രെസ് വന്നപ്പോഴും ഒന്നും വർക്ക് ചെയ്തില്ല. ദാറ്റ് ഈസ് എ റിയാലിറ്റി. യു ക്യാൻ വെരിഫൈ. ഇതെല്ലാം പഴയ ന്യൂസ് പേപ്പറിൽ നോക്കിയാൽ മതി. ആ ബെയിലിന് എത്ര നാള് അപ്ലൈ ചെയ്തെന്നുള്ള ഈ ഗ്രൗണ്ട്സിലാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പീസ് ഓഫ് മൈൻഡ് ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, പീസ് ഓഫ് മൈൻഡ് ഇല്ലാതെ എത്ര സ്വത്തുണ്ടായിട്ടും വാട്ട് എവർ ബി ദി അസറ്റ്, നമുക്കാണെച്ചാൽ എവറി ഡേ വി ഈ 21st സെഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ്, stresses come in different forms from different sides. ഈ സ്ട്രെസ് ചെയ്യാനായിട്ട് ഈ യോഗയും മെഡിറ്റേഷൻ കൊണ്ട് ഒട്ടും പറ്റത്തില്ല. പീരിയഡ്. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഫിനാൻഷ്യലായിട്ട് കുറവുണ്ടെങ്കിൽ യോഗയും മെഡിറ്റേഷനും എല്ലാം ചെയ്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. ഒരു ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതും ഇതാകാൻ പോകുന്നില്ല. വാട്ട് ഈസ് റിയലി റിക്വയർഡ്? ഇവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഹോൾ ബ്രെയിൻ തിങ്കിങ് സ്കിൽസ്. മെഡിറ്റേഷനും ഇതിനും എല്ലാം സ്പെൻഡ് ചെയ്യുന്ന ടൈം കൊണ്ട് തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അതിനുള്ള നല്ല നല്ല ബുക്കുകളുണ്ട്. അതിന് അധികം ട്രെയിനിങ് ഒന്നും നാട്ടിലാരും കൊടുക്കുന്നവരില്ല. I used to give talks and conduct training programs. That is a different thing. Whole brain things മാത്രം കാര്യമായിട്ട് ഇതാക്കി കഴിഞ്ഞാൽ വരുന്ന ചലഞ്ചസിനെ എല്ലാത്തിനെയും you know how to handle them. Once you handle them, ഈ പറയുന്ന എല്ലാം കുറയും, പീസ് ഓഫ് മൈൻഡ് കിട്ടും. ഈ ഇതൊന്നും വേണ്ട ബാക്കിയുള്ളതെല്ലാം. ദാറ്റ് ഈസ് വാട്ട് എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ. അത് കാരണം ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു, ഇത് പറഞ്ഞു വരുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഹൈപ്പായിട്ട് ഇത് മാർക്കറ്റിംഗ് ആയിട്ട് ഇത് ബിസിനസ് ആയിട്ട് മാറിയിരിക്കുകയാണ്, ബിഗ് ബിസിനസ്. ഇതുകൊണ്ട് എല്ലാം ഇൻസ്റ്റന്റ് എല്ലാത്തിനും ഒറ്റമൂലി പോലെ. അതിൽ അദ്ദേഹം ഫ്രാൻസിസ് പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഇത് ആ ലെവലിലോട്ട് കുറെ പേര് മാർക്കറ്റ് ചെയ്യുന്നതൊക്കെ. ഇതുകൊണ്ട് എല്ലാം മാറ്റി. If you really want to enjoy peace of mind, whole brain thinking skills. വോയിസ് ബ്രേക്ക് സാർ കേൾക്കുന്നില്ല. സാർ പറഞ്ഞതൊന്നും കേട്ടില്ല. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം സാർ. സാർ തുടക്കത്തിൽ പറഞ്ഞ 3 പോയിന്റ് ഞാൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതില് ഹോൾ ബ്രെയിൻ തിങ്കിങ് പ്രോസസ് ആണ്, എല്ലാം സപ്പോർട്ട് ചെയ്യും, നോട്ട് യോഗ ആർ എനിത്തിങ് എന്ന്. പക്ഷെ ഞാൻ വേറൊരു ആംഗിളിൽ വേറൊരു കണ്ണാടി കൂടെ നോക്കുമ്പോൾ സാറ് പറഞ്ഞു തന്നെയാണ് ആക്ച്വലി ഐ ആൾസോ ഫീൽ ദാറ്റ് യോഗ ആർ മെഡിറ്റേഷൻ. അതിനാൽ ഹോൾ ബ്രെയിൻ തിങ്കിങ് പ്രോസസ്സിനെ നമ്മൾ മോൾഡ് ചെയ്യുന്നതാണ്. ഗെറ്റ് അവയർനെസ്, അറ്റൻഡ് ടു ഇറ്റ് ആൻഡ് ബി പ്രസന്റ് ആൻഡ് സ്റ്റാർട്ട് തിങ്ക്. സോ അൺവാണ്ടഡ്ലി പാസ്റ്റും ഫ്യൂച്ചറും തിങ്ക് ചെയ്യല്ലേ. തിങ്ക് ഓൺ ദ പ്രസന്റ് വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്. ദാറ്റ് ടു വാട്ട് ഈസ് ഹാപ്പനിങ്, അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. അത് തന്നെയാണ് ഞാൻ ഒരു ലൈൻ ഫ്രാൻസിസ് സാറിന്റെ ഇതിൽ പറയാൻ വിട്ടുപോയി. സാറിന്റെ
ഫ്രാൻസിസ് സാർ ക്ലാസ് എടുത്തത് താങ്കൾ ഓരോരുത്തരും നോക്കുവാണെങ്കിൽ ഹി ഹാസ് ഡൺ വെരി മൈൻഡ്ഫുള്ളി. മൈൻഡ്ഫുൾനെസ്സിന് എങ്ങനെയാന്ന് പറഞ്ഞാൽ പലരും അപ്പോസ് ചെയ്യാം, പലരും ഇത് ചെയ്യാമാണെങ്കിൽ പോലും I have to accept it. I have to be aware that different persons are coming with different culture, different ideology, different religion or whatever different. എല്ലാവരും ഇങ്ങനെ ഉണ്ടെന്ന് അവെയർ ആകുക, അറ്റൻഡ് ടു ഇറ്റ്. അതാണ് ഫ്രാൻസിസ് സാർ പറഞ്ഞത് ആ മൈൻഡ്ഫുൾനെസ്സിന് ഇടുവാണെങ്കിൽ. സാർ ശരിയാണോ? അല്ല സാറ് വേണുഗോപാൽ സാർ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആണ്. ഐ അഗ്രി വിത്ത് ദാറ്റ്, ടോട്ടലി അഗ്രി. ഞാൻ അതിൽ 3 പോയിന്റ് അവസാനം പറഞ്ഞ് ഞാൻ കേട്ടില്ല. സാർ ആദ്യം പറഞ്ഞ 3 പോയിന്റ് ഞാൻ കോമൺ മിത്സ് ഓൺ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ ക്യൂർ ഫോർ എനി ഫിസിക്കൽ ഓർ മെന്റൽ പ്രോബ്ലം. ഇറ്റ് ഈസ് കറക്റ്റ്. സാർ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു, 3ഉം കറക്റ്റാണ്. അത് ഞാൻ മിത്സിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഇറ്റ് വിൽ ബ്രിങ് യു റിച്ചസ് എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഓൾസോ അനദർ മിത്ത്. മൂന്നാമത്തെ പോയിന്റ് ഞാൻ മറന്നുപോയി. അത് 3 ഞാൻ എൻ്റെ മിത്സിൽ കൊടുത്തിട്ടുണ്ട്, മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ മിത്സിൽ. നാലാമത് സാറ് പറഞ്ഞ ഹോൾ ബ്രെയിൻ തിങ്കിങ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഞാൻ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് മൈൻഡ്ഫുൾനെസ് ഹെൽപ്പ് ചെയ്യും എന്നുള്ള പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞില്ല എന്ന് മാത്രം. ഈ ഹോൾ മൾട്ടിപ്പിൾ വേസ് ഓഫ് തിങ്കിങ് ഈസ് ദർ, ദാറ്റ് ഈസ് വാട്ട് ഡോക്ടർ വേണുഗോപാൽ വാസ് റെഫറിങ്. അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആക്ച്വൽ പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ മെത്തേഡ്സ് അപ്ലൈ ചെയ്തേ പറ്റൂ. ദാറ്റ് വേ ഡോക്ടർ വേണുഗോപാൽ സാർ ഈസ് ഡൂയിങ് എക്സലൻറ്റ് സർവീസ് ട്രെയിനിങ് ഓൺ ദറ്റ് ടോപ്പിക്സ്. പക്ഷേ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇറ്റ് വിൽ എൻഹാൻസ് ദറ്റ് സ്കിൽ. ദറ്റ് ഈസ് ദി അതിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇറ്റ് കാനോട്ട് റീപ്ലേസ്, ദീസ് ആർ കോംപ്ലിമെൻ്ററി ആയിട്ട്. ഈ സാറ് പറഞ്ഞ ഈ 3 പോയിന്റ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ആ പോയിന്റ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാൻ മറന്നുപോയതായിരുന്നു. ഐ അഗ്രി വിത്ത് യു സാർ, ടോട്ടലി. സാർ ആ പോളിസിയിലാണ് ഇവൻ ഹി വാസ് ഇൻ ട്രിവാൻഡ്രം എല്ലാ മാസവും സാർ ചിരി ക്ലബിലും ലീഡ് ചെയ്തു എല്ലാ ആൾക്കാരെയും ബി ഫ്രീ ഫ്രം യുവർ സ്ട്രെസ് അറ്റ്ലീസ്റ്റ് ഫോർ സം ടൈം എന്ന് പറഞ്ഞ് വേണു സാർ എന്റർടൈൻ ചെയ്യാറുണ്ട് ഞങ്ങൾ എല്ലാവരും. അതുപോലെ തന്നെ ഇവര് ഇളങ്കോ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തിങ്കിങ് പ്രോസസ്സ്, തിങ്കിങ് അബിലിറ്റി കൂട്ടാനുള്ളൊരു മാർഗമാണ് ഈ യോഗയും ഈ മെഡിറ്റേഷൻ ഒക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് ഒരു ഫ്രീ മൈൻഡിലൂടെ തന്നെ നല്ല തോട്ട്സ് നമുക്ക് വരുള്ളൂ. അതിനാണ് നമ്മൾ ഈ യോഗ ചെയ്യുന്നതും ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെ, കൂട്ടത്തിൽ മറ്റേ ട്രെയിനിങ് കൂടെ വേണം. വേണുഗോപാൽ സാർ പറഞ്ഞ ടെക്നിക്സ് വേണം. അത് നമ്മൾ ഈ ലൈഫ് സ്കില്ലിൽ ചിലത് കവർ ചെയ്യുന്നുണ്ട്, ലൈഫ് സ്കില്ലിൽ കവർ ചെയ്യാത്ത ടെക്നിക്സും ഉണ്ട്. അതെല്ലാം സാർ അതിൻ്റെ എക്സ്പെർട്ടാണ്. അത് സാറ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വെരി ഗുഡ് സർവീസ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ. അതില്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. ആ കാപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്കിൽസ് സാറിൻ്റെ കയ്യിൽ നിന്ന് പഠിക്കണം. തീർച്ചയായിട്ടും ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു. അനിൽ സാർ ഉണ്ടോ? ഈ ഡോക്ടർ വേണുഗോപാൽ സാറ് പറഞ്ഞില്ലേ കാഞ്ചി കാമകോടി അവരുടെ ഇത് എത്ര ഇതാണെന്ന് ഒന്നും പറഞ്ഞില്ലേ. ഇത് അവർക്ക് മാത്രമല്ല ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കണത്. ഇവിടെ പല ആണെന്നും പറഞ്ഞ് ഇരിക്കുന്ന പല ആളുകൾക്കും ഇതേ എക്സ്പീരിയൻസിലൂടെയാണ് പോയേക്കണത്. ആരെ എടുത്താലും ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല ഇവിടെ. അത് ചിലരക്കം അവരതിനെടുത്ത് ദയവായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെടുത്ത് പേരെടുത്ത് പറഞ്ഞാൽ ബർസാത്ത് അല്ലെങ്കിലും അങ്ങനെയാന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ വിഷമമുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ആരുടെ പേര് പറയണില്ല. പക്ഷെ അവരെല്ലാം ഇതേപോലുള്ള പല കേസുകളിലും പോലീസ് കേസുകളിനകത്തെല്ലാം ഉണ്ടായിട്ട് അവർക്കും ഇതേ അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. അവരെന്നൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരിലൊരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മെഡിറ്റേഷന്റെ കാര്യങ്ങളും എല്ലാം പറയുന്നു എന്നുള്ളത്
അല്ലാണ്ട് ഈ ക്വാളിറ്റി ഒന്നും അവരിലില്ല. അതുകൊണ്ടാണ് അവർക്കൊന്നും ശരിക്കൊരു മൈൻഡ്ഫുൾ ആയിട്ടല്ല അവരിതൊക്കെ ഉണ്ടല്ലോ എടുക്കുന്നത്. അവരും മറ്റുള്ളവർക്കടുത്ത് പറയും അങ്ങനെ വേണം ഇങ്ങനെ വേണം, ശ്വാസം ഒരു മൂക്കിക്കൂടെ എടുത്തിട്ട് മറ്റേ മൂക്കിക്കൂടെ വരണം, മറ്റേ ബ്രീത്തിങ് അത് വേണം ഇത് വേണം എന്നെല്ലാം പറയും ഇങ്ങനെ. പക്ഷെ അതൊന്നും അവരുടെ ലൈഫിനകത്ത് പ്രാക്ടിക്കലായിട്ട് അവരിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ ഈ ഷുഗറും BP ഒക്കെ മുകളിലേ പോണത്. ഓക്കെ സാർ, ഓക്കെ. ഇനി കണ്ടിന്യൂ ചെയ്യാം. വേറെ ആരെങ്കിലും എക്സ്പെർട്ട് ഒപ്പീനിയൻസ് ഇതുപോലെ പറയാനുണ്ടെങ്കിൽ പറയണം. സാർ ഫ്രാൻസിസ് സാർ പറയൂ. ഈ ഒരു പ്രത്യേക വിഷയം എടുത്തിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം നമ്മൾ എടുത്തിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഒരു 23 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും എഫക്ട് ചെയ്യാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണ് സാർ? അത് എനിക്കറിയില്ല, അങ്ങനെ ഒരു ടെക്നിക്ക് എനിക്കറിയില്ല. വിഷയം എടുത്ത് പഠിക്കുന്നത് മെഡിറ്റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഒരാളോട് വെറുപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഹേറ്റ്രഡ് ആണ്, ആ സംഭവം എന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ നമ്മൾ ആ വിഷയം വെച്ചുകൊണ്ട് എനിക്ക് അയാളോട് പിന്നെ വെറുപ്പില്ല ഞാൻ എന്നുള്ള ഒരു സംഗതി, അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 23 ഡേയ്സ് നമ്മൾ അതിങ്ങനെ അത് മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരു മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ചില ക്ലാസ്സുകളിലൊക്കെ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ആയിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ എനിക്ക് അറിയില്ല, അതുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേറെ എന്തോ ടെക്നിക്ക്, ഇതാണ് ഈ സ്യൂഡോ സയൻസിലെ ആളുകൾ കയറി പോകുന്നതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് എനിക്ക് സംശയമുണ്ട്, ഉറപ്പില്ല. സൈക്കോളജിസ്റ്റിന് പറയാൻ പറ്റുമോ? ഇസ്മായിൽ സാർ, അതിനകത്ത് ഒരാൾക്കൊരു അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് 21 ദിവസം വേണ്ട. ചിലതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് ഉണ്ടാവും, ചിലരൊക്കെ 21 ദിവസമല്ല 210 കൊല്ലം ചെയ്താൽ പോലും അവരുടെ ഒരു മാറ്റമൊന്നും ഉണ്ടാവത്തില്ല. അതൊക്കെ വെറുതെ 21 എന്നുള്ളത് എവിടെ നിന്ന് വന്നതാണ്? ഒരു കാര്യം, നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് അത് പിന്നെ ഉണ്ടല്ലോ സിഗരറ്റ് വലിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് ഈ 21 ഡേയ്സ് ഒന്നുമല്ല, ഈ പറയുന്ന കാഞ്ചു കോടിക്ക് എത്ര കൊല്ലം തന്നെ ചെയ്താണ് വല്ലതുകൊണ്ടോ? അപ്പൊ അതൊക്കെ കണക്കാണ് സാറ്. ചിലപ്പോ ഒറ്റ നിമിഷം മതി സാർ, ഒറ്റ വേട് മതി, ഒരാളുടെ ഒറ്റ വേട് മതി ആള് മാറാനായിട്ട്, ഒരു ലൈൻ മതി മാറാനായിട്ട്. വർഷാസാനോട് ഞാൻ ഒറ്റ കാര്യം, ഈ സ്മോക്കിങ്ങിന്റെ കാര്യം മാത്രം ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞോട് പറയാം. ഞാനൊരു സ്മോക്കറായിരുന്നു, പക്ഷെ ഞാൻ ഇതുപോലെ പല പ്രാവശ്യം ട്രൈ ചെയ്തു, ഇനി ഞാൻ സ്മോക്ക് ചെയ്യൂല. പക്ഷെ ഞാനൊരു കാര്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ജീവിതത്തിന്റെ ആ സ്മോക്കിംഗ് എന്നുള്ള സംഭവം തന്നെ മറന്നു പോകുന്നുണ്ടെന്നുള്ളതാണ്. അത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാണ്. അതിപ്പോ ബസാസാദ് ഈ ഒരു സ്മോക്കിങ്ങിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് കാര്യവും കുറച്ച് ദിവസങ്ങൾക്ക് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ അത് നമ്മളുടെ സ്വഭാവമായിട്ട് മാറും എന്നുള്ളത് അത് ഈ ഒരു സ്മോക്കിങ്ങിന്റെ കാര്യത്തിൽ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ്. അത് ഓരോരുത്തരുടെ അവരുടെ പവർ, വിൽ പവർ അനുസരിച്ചിട്ടാണ്. ചിലർക്ക് ഒറ്റ നിമിഷം മതി, ചിലപ്പോ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴായിരിക്കും അവര് പെട്ടെന്ന് ഉണ്ടല്ലോ ഇതിൽ നിന്നെല്ലാം മാറുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായി ഹോസ്പിറ്റലിൽ ഇപ്പൊ ഡോക്ടർ പറയുവാണ് നിങ്ങളിത് ഇതുണ്ടല്ലോ നിർത്തിയില്ലെങ്കിൽ തട്ടിപ്പോവും എന്ന് പറഞ്ഞാല് 21 ദിവസത്തെ പ്രാക്ടീസ് ഒന്നും വേണ്ട, അപ്പം നിർത്തുവാണ്. ഞാൻ അംഗീകരിക്കും പൂർണ്ണമായിട്ട്. ഇപ്പൊ എന്റെ നാട്ടിലൊരു ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടർ സ്ഥിരമായ ഒരു ചെയിൻ സ്മോക്കറാ. പക്ഷെ അയാള് പെട്ടെന്ന് ഒരു ദിവസം അയാൾക്ക് സിഗരറ്റ് വലിക്കാതെ ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ് 1 by 1 ചെയിൻ സ്മോക്കറാണ്. അദ്ദേഹത്തിന് ഒരു രോഗം വന്നപ്പോ അയാളോട് സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞ അയാളെ സിഗരറ്റ് വലിക്കരുത് നിർത്തി. അത്ഭുതകരമായിട്ടുള്ള ഒരു നിർത്തല്. അത് ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു റീസൺ, ഒരു ശരിയായ റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നിർത്താൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. റീസൺ ഇല്ലാതെ അത് വളരെ കറക്റ്റ് ആണ്. ബർസാ സാർ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വിൽ പവർ വരണം. അതാണ് അതിന്റെ ടെക്നിക്ക്. വിൽ പവർ ഉണ്ടെങ്കിൽ അത് ഒരു സെക്കൻഡ് കൊണ്ട് നിർത്തും. അപ്പോൾ ഈ വിൽ പവർ വരാനായിട്ട് പല ട്രിഗേഴ്സ് ഉണ്ടാവാം. അതിലൊന്നായിരിക്കും ഡോക്ടർ പറഞ്ഞ എക്സ്പീരിയൻസ്. പലർക്കും പല ട്രിഗർ ആയിരിക്കും വരുന്നത്. ആ ട്രിഗർ വിൽ പവർ ബൂസ്റ്റ് ചെയ്യും.
പക്ഷേ ഓവറോൾ മൈൻഡിൻ്റെ വിൽ പവർ കൂട്ടണമെങ്കിൽ ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. അത് ഈ സ്മോക്കിങ്ങിന് ഫോക്കസ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് നമ്മൾ ഏതെങ്കിലും അങ്ങനെയാണെങ്കിൽ സൈക്കോളജിസ്റ്റിനൊക്കെ വളരെ എളുപ്പമല്ലേ, എത്ര ആളുകൾ എല്ലാവരെയും നിർത്താമല്ലോ അവർക്ക്. വൈ ദേ ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. അപ്പോൾ അത് എളുപ്പമല്ല. വിൽ പവർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ വിൽ പവർ നമുക്ക് എങ്ങനെ വരുന്നു? ഒന്ന് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസിങ് കൊണ്ട് ഓവറോൾ വിൽ പവർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ സ്മോക്കിങ് മൈൻഡ്ഫുൾനെസ് ഉപയോഗിച്ച് ഡയറക്റ്റ് നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. അതിനുള്ള മൈൻഡ് കാപ്പബിലിറ്റി ഉണ്ടാക്കാനായിട്ട് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. അത് എല്ലാ കാര്യങ്ങളിലും ആ പവർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ സൈക്കോളജിസ്റ്റ് വേറെ പല ടെക്നിക്സും പറയുന്നുണ്ട്, ഓട്ടോ സജഷൻ, പിന്നെ പല സംഗതികളും പറയുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല. അത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ കൺസൾട്ട് ചെയ്യണം. ഒരു വിഷയത്തെ പറ്റി പഠിച്ച ആളുകൾക്കാണ് അതിന് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. മറ്റേത് നമ്മളെ ഊഹങ്ങൾ മാത്രമാണ്. 21 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹാബിറ്റ് ഉണ്ടാക്കും. ഉദാഹരണത്തിന് സിഗരറ്റ് വലിച്ചിരിക്കുന്ന ഒരു ഹാബിറ്റ് അല്ലേ, അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഹാബിറ്റായിട്ട് മാറുക. മനസ്സിലായത്? 21 ദിവസം ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു ഹാബിറ്റായിട്ട് മാറുക. അല്ല, മിക്കവാറും കേസുകളിൽ നിർത്തുന്നത് പലരും ഒറ്റ സെക്കൻഡിലായിരിക്കും. ഇത് കുറച്ച് കൊണ്ടുവന്ന് നിർത്തുന്ന കേസുകൾ എനിക്ക് അറിയില്ല. അതിപ്പം എനിക്ക് തോന്നുന്നത് അത് ഡ്രിങ്കിങ് ആയാലും സ്മോക്കിംഗ് ആയാലും ഏത് അഡിക്ഷൻ ആയാലും കുറച്ച് കൊണ്ടുവരുന്ന കാര്യമല്ല പറഞ്ഞത്. ഒരു നിമിഷത്തെ വിൽ പവറിന്റെ ഡിസിഷനിലാണ് അത് വരുന്നത്. അധികം 21 ഡേയ്സ് ചെയ്യാതിരിക്കുക. അതാണ് കുറച്ച് സ്മോക്കിംഗ് കുറച്ച് കൊണ്ടുവരാന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ നിർത്തുന്നു, പക്ഷെ അത് 21 ദിവസം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുള്ളൂ ആ തീരുമാനത്തെ. അത് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ 21 ദിവസത്തെ ഒരു ടാർഗറ്റ് വെച്ചാൽ നമ്മൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് അത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു 7 days അല്ലെങ്കിൽ 21 days എന്ന് പറയുമ്പോൾ നമുക്ക് മൈൻഡിൽ അത് ഒരു അച്ചീവബിൾ ആണെന്നുള്ള ഒരു കോൺഫിഡൻസ് വരും. അതായിരിക്കാം. ആ കോൺഫിഡൻസ് വരുമ്പോൾ 21 ദിവസം എങ്ങനെയെങ്കിലും നമുക്ക് മറികടക്കാമെന്നുള്ളതിൽ പോയി 21 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഈസ് അഡ്ജസ്റ്റ് ടു ദാറ്റ്. അപ്പോൾ ഈ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ അതോടുകൂടെ മാറിക്കാണും. അങ്ങനെ ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷെ അത് ഞാനൊരു പ്രൊഫഷണൽ അഡ്വൈസ് ഇതിൽ തരാൻ എനിക്ക് അറിയില്ല. ഗുഡ് മോർണിംഗ് സർ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറയൂ. നമുക്ക് എക്സ്ട്രീം ടെൻഷൻ പ്രഷർ ഒക്കെ ഉണ്ടാവുമ്പോൾ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ? എൻ്റെ അനുഭവത്തിൽ എനിക്കതില്ല എന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ല, കുറച്ച് ചെയ്യാം. 1 മിനിറ്റ് ചെയ്ത് നോക്കൂ. മൈൻഡ്ഫുൾനെസ് 1 മിനിറ്റ് ചെയ്യും ഒരു ദിവസം. ടെൻഷൻ ഇതൊക്കെ അവിടെ കിടക്കും. ടെൻഷനൊന്നും മാറിപ്പോവില്ല ഇത് ചെയ്തിട്ട് കേട്ടോ. ഈ ടെൻഷൻ മാറ്റിക്കളയാൻ വേണ്ടി മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്തിട്ട് കാര്യമില്ല. അത് രണ്ട് ടെക്നിക്കാണ്. നമ്മളുടെ ഞാനത് ഇവിടെ എടുത്തു വന്നു, വേറെ എവിടെയോ ക്ലാസ് എടുത്തിരുന്നു ഞാൻ ഈ സ്ട്രെസ് മാനേജ്മെന്റിനെ പറ്റി. ടെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രെസ് അല്ലേ? നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ വർക്ക് പ്രഷർ, ലൈഫ് പ്രഷർ, ഫാമിലി പ്രഷർ ഇതെല്ലാം കൂടുമ്പോൾ നമുക്ക് ഹൈലി സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പം കേറില്ലേ? ശരിയാണ്. രണ്ട് മെത്തേഡേ ഉള്ളൂ. ഒന്നിൽ നമ്മുടെ ഓരോരുത്തർക്കും ഒരു സ്ട്രെസ് കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ മൈൻഡിന്, അല്ലേ? സുമംഗല മേഡാണ് അല്ലേ? സുമംഗല മേഡത്തിന് ഒരു സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി തന്നിട്ടുണ്ട് ദൈവം. അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടെയോ എങ്ങനെയൊക്കെയോ കിട്ടിയോ, എഡ്യൂക്കേഷണൽ കൂടെയൊക്കെയോ നമുക്ക് ഒരു ലെവൽ വരെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടിയിട്ടുണ്ട്. ആ സ്ട്രെസ് ലെവൽ അതിന് താഴെ നിന്നാൽ നമ്മൾ കംഫർട്ടബിൾ ആണ്, നമ്മൾ മാനേജ് ചെയ്യാം. അതിനേക്കാളും കൂടുമ്പോഴാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ആവുന്നത്, അല്ലേ? അപ്പോ ഒന്നും ഇല്ലാണ്ടിരുന്ന എന്താവും? നമ്മൾ മടിയന്മാരായിട്ട് കിടന്നുറങ്ങും, ജോലിക്കും പോവില്ല, വീട്ടിലെ ഒരു കാര്യവും ചെയ്യില്ല. മനസ്സിലായോ? അപ്പം ഈ സ്ട്രെസ്സിനെ നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട് കാണരുത്. ഇപ്പം ശശികല മാഡത്തിൻ്റെ മൈൻഡിൻ്റെ സ്ട്രെസ് കപ്പാസിറ്റി എത്രയാണോ അതിന് തൊട്ട് താഴെ വരെ സ്ട്രെസ് വന്നാൽ നമുക്ക് നല്ലതാണ്. നമ്മുടെ പെർഫോമൻസ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. പ്രൊഫഷണലായാലും പേഴ്സണൽ ലൈഫിലായാലും സ്പിരിച്വൽ ലൈഫിലായാലും കുറച്ച് സ്ട്രെസ് വേണം നമുക്ക്. അപ്പോൾ അത് മനസ്സിലുണ്ടായാൽ തന്നെ നമുക്ക് വലിയൊരു റിലീഫാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രെസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത് നമ്മുടെ പേഴ്സണൽ ലൈഫ് കൊണ്ടായിരിക്കാം, ഫാമിലി ലൈഫ് ആവാം, കരിയർ ആയിരിക്കാം, സോഷ്യൽ ലൈഫ് ആയിരിക്കാം. ഈ പല സോഴ്സിൽ കൂടെയും വരും.
ഇതെല്ലാം കൂടെ നമ്മുടെ സ്ട്രെസ് കപ്പാസിറ്റിയെ കൂട്ടാതെ നോക്കണം. അതിനാണ് നമുക്ക് ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എല്ലാം വേണം. അതിനാണ് ഡോക്ടർ വേണുഗോപാൽ സാറ് പറഞ്ഞ സ്കില്ലുകളുടെ ആവശ്യം. തീർച്ചയായിട്ടും അത് അപ്പോൾ നമ്മളുടെ എന്ത് പറ്റും, ഈ സ്ട്രെസ് ലെവൽ കുറച്ചു കൊണ്ടുവരാൻ പറ്റും നമുക്ക്. മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൻ്റെ സ്ട്രെസ് കപ്പാസിറ്റി കൂട്ടുക. ഈ കൂട്ടാനായിട്ട് മൈൻഡ്ഫുൾനെസ്, യോഗ, മെഡിറ്റേഷൻ ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് ഞാനൊന്ന് പറയട്ടെ സാർ. പറയൂ സാർ. അല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൂടി പറയുകയാണെങ്കിൽ, സുമംഗല മാഡത്തിന് യോഗ ചെയ്തിട്ടൊന്നും മെഡിറ്റേഷനിലൂടെ ഒന്നും ഒരു സ്ട്രെസ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ അനുഭവത്തില് യോഗയും പിന്നെ മെഡിറ്റേഷനൊക്കെ നമുക്ക് സ്ട്രെസ് കുറയാനുള്ള കാരണം തന്നെയാണ്. ഫ്രണ്ട്സ് സാർ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഒരു നല്ല രീതിയിൽ മൈൻഡ് പവർ വർദ്ധിപ്പിക്കാൻ യോഗയിലൂടെയും അതുപോലെ തന്നെ മെഡിറ്റേഷനിലൂടെ ഒക്കെ എൻ്റെ എക്സ്പീരിയൻസിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ശവാസനം എന്ന് പറയുന്ന ഒരു ആസനമുണ്ട് യോഗയില്. അത് ശരിക്കും പറയാൻ വെച്ചാൽ ഒരു ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആയിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. ശരിക്കും നമ്മള് നല്ലൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ് നമുക്ക് കുറയുന്നുണ്ട്. നല്ല മൈൻഡ് പവർ കൂട്ടിക്കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ശവാസനം എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ. അപ്പോൾ സ്ട്രെസ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. പക്ഷെ അവസാനം ബാലൻസ് ചെയ്യണം. നമ്മുടെ കപ്പാസിറ്റിയേക്കാളും കൂടുതൽ സ്ട്രെസ് വരാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സ്കിൽസ് ഉണ്ടാവണം. ആ സ്കിൽസിൽ ട്രെയിൻഡ് ആവണം. അപ്പോൾ നമ്മളുടെ സ്ട്രെസ്, നമുക്ക് വരുന്ന സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. ശരിയാണ്. പക്ഷെ നമുക്ക് ആ മൊമെന്റില് ഒന്നും ചെയ്യാനുള്ള ഒരു ഫീല് തോന്നില്ല. ഇല്ല, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരു ദിവസത്തിൽ 1 മിനിറ്റ് മാറ്റി വയ്ക്കും. യു സ്റ്റാർട്ട് വിത്ത് 1 മിനിറ്റ്. ഇല്ല, ഇപ്പത് ഓവർകം ആയി. ഞാൻ എന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് പറഞ്ഞതാ. ഓക്കെ. ഇനി അത് കൂട്ടി കൊണ്ടുവരാം. അപ്പം കുറെ സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ കപ്പാസിറ്റി കൂടും കേട്ടോ. അത് അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല. ഇല്ല, ഞാൻ മുമ്പത്തെ അനുഭവം വെച്ച് പറഞ്ഞതാണ്. മുമ്പ് ഞാനപ്പോ യോഗയും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ മൊമെന്റിൽ ഒന്നും ചെയ്യാനുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. വരും. അതെന്താണോ, യുവർ സ്ട്രെസ് മച്ച് മോർ ദാൻ യുവർ മൈൻഡ് കപ്പാസിറ്റി. അതാണ് സുമംഗല മാഡം ഒരു ടെക്നിക്ക് ഞാൻ പറയുന്നത്, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. EFT എന്ന് പറയും, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. അത് നമ്മുടെ ഒരു പുത്തൂർ അച്ഛനാണ് സാറിന് കോഴ്സ് എടുക്കുന്നത്. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് പറയുന്ന അക്യൂ പ്രഷർ, അതല്ലെങ്കിൽ അക്യൂ പഞ്ചർ, അതുമാതിരിയുള്ളതാണ്. ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ നമ്മൾ കൈകൊണ്ട് ടാപ്പ് ചെയ്യുക. തുടങ്ങുന്നത് നമ്മളെ തലയുടെ മുകളിലാണ്, പിന്നീട് അത് കണ്ണിന്റെ മുകളില്, പിന്നെ കണ്ണിന് താഴെ, പിന്നെ സൈഡില്, അങ്ങനെ കുറെ പോയിന്റ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ നമ്മുടെ ഇതിനകത്തുണ്ട്, നമ്മുടെ യൂട്യൂബിലുണ്ട് ആ ക്ലാസ്. അത് നോക്കിയാൽ മതി. നമ്മുടെ ഈ സെഷനിൽ തന്നെ നമ്മുടെ പുള്ളിക്കാരത്തി എടുത്തിട്ടുണ്ട്, നമ്മുടെ രഞ്ജു മാഡം എടുത്തിട്ടുണ്ട് ക്ലാസ്. ആ ക്ലാസ് ഒന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനത് സ്യൂഡോ സയൻസ് ആണോ എനിക്കറിയില്ല. ഞാൻ കമന്റ് പറയില്ല. ഐ വിൽ നോട്ട് അഗ്രി ഓർ ഡിസഗ്രി. അതിവിടെ രഞ്ജു മേഡം ആ ക്ലാസ് എടുത്തപ്പോ അതിലുള്ള പിന്നീട് വന്ന് നമ്മളൊരു ഈ ഓപ്പൺ സെഷനില് അത് കംപ്ലീറ്റ് സ്യൂഡോ സയൻസ് ആണെന്നുള്ള നമുക്ക് തള്ളിക്കളിയാണ് ഇത്. അവരുടെ രഞ്ജു മേഡത്തിന്റെ സയൻസ് ആയിട്ടാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. You have to be careful. അത്രേ ഞാൻ പറയും. You have to be careful. കുറച്ചും കൂടെ ലിറ്ററേച്ചർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ദോഷമൊന്നുമില്ല. പക്ഷെ പ്രശ്നമൊന്നുമില്ലായിരിക്കും. മാക്സിമം സമയം നഷ്ടം, അത്രേ ഉള്ളൂ. സാർ, ഞാൻ സുമംഗല മാഡത്തിന് ആൻസർ ചെയ്യട്ടെ സാർ? പറയൂ. താങ്ക് യു സാർ. സുമംഗല മാം ഉണ്ടോ? യെസ് സാർ. ഓക്കെ. മൈൻഡ്ഫുൾനെസ്സിലെ ഉള്ള റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, താങ്കൾക്ക് ഒരു സ്ട്രെസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി ഇപ്പം പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾക്ക് 60% സ്ട്രെസ് ഡിസ്റ്റർബ് ചെയ്യുവാണെങ്കിൽ, മൈൻഡ്ഫുൾനെസ് ഉള്ള ആൾക്ക് സെയിം ഏരിയ 70% ഡിസ്റ്റർബ് ചെയ്യും. 60ന് പകരം 70 ആകും. പക്ഷേ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്ക് 24 മണിക്കൂറോ 20 മണിക്കൂറോ പ്രൊലോങ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ, മൈൻഡ്ഫുൾനെസ് ചെയ്ത ആൾക്ക് ഒരു 2 മണിക്കൂർ കൊണ്ട് താന്നു പോകും. റെസിലിയൻസ് വിൽ ബി ഫാസ്റ്റർ. അതാണ് മെയിൻ പോയിന്റ്. കറക്റ്റ്. തോമസ് ഫ്രാൻസിസ് സാർ ശരിയല്ലേ? കറക്റ്റ്, 100% സാർ. നോ ഡൗട്ട്. അതുകൊണ്ട് മൈൻഡിന്റെ കപ്പാസിറ്റി കൂട്ടും. അല്ലാതെ സ്ട്രെസ്സിനെ മാറ്റി കളയാൻ മൈൻഡ്ഫുൾനെസ്സിന് പറ്റില്ല. സ്ട്രെസ് അവിടെ തന്നെ ഉണ്ടാവും, കപ്പാസിറ്റി കൂട്ടും. നമ്മൾ അതിനെ കുറിച്ച് അവയർ ആവും. യെസ്, ഐ ആം ഗെറ്റിംഗ് സ്ട്രെസ് നൗ, ഐ ഷുഡ് റിലീസ് ഇറ്റ് എന്ന് നമ്മൾ അടുത്ത ഡിസൈൻ പറയുമ്പോൾ
അത് പെട്ടെന്ന് റിലീസ് ചെയ്യാൻ ശ്രമിക്കും. ഇത്രയേ ഉള്ളൂ മാം. ഓക്കെ സാർ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ മൊമെന്റിൽ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് ഇല്ലാതെ ഓവർകം ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് ഒരു എക്സ്റ്റേണൽ ബോഡി ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ കാര്യം. താങ്കളുടെ മൈൻഡ് ഒരു എക്സ്റ്റേണൽ ബോഡി ആയിട്ട് മാറും. Because you are having pre-judgment notion that without somebody's external help, I am not able to recoup or recover എന്ന് താങ്കൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് മൈൻഡിനകത്ത്. അതിനാണ് നമ്മൾ വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഒരിക്കലും 1-2 പ്രാവശ്യം സ്വിമ്മിങ് ആൾവേസ് കോച്ചിന്റെ കൂടെ മാത്രമേ സ്വിം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കോച്ച് വരാതെ എങ്ങനെ സംഭവിക്കുമെന്ന് ചെയ്തു നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതാണ് നമ്മുടെ ഫ്രാൻസിസ് സാർ ആദ്യമേ പറഞ്ഞു തന്നത്. മാത്രമല്ല സ്ട്രെസ് ക്യുമുലേറ്റീവ് ആണ്. ഈച്ച് വേർഡ്സ് വർ വെരി പ്രീസിയസ് സാറിന്റെ. അഡീഷണൽ ആയിട്ട് ഈ സ്ട്രെസ് പലപ്പോഴും ക്യുമുലേറ്റീവ് ആണ്. ഞാൻ പല സോഴ്സുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. സ്ട്രെസ് പേഴ്സണൽ ലൈഫിൽ, പ്രൊഫഷണൽ ലൈഫ്, സോഷ്യൽ ലൈഫിൽ ഇതെല്ലാം അഡിറ്റീവ് ആണ്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ദിവസം ഒരുമിച്ച് വരികയാണെന്ന് നോക്കിയേ, അപ്പോഴാണ് നമ്മൾ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇത് മാനേജ് ചെയ്യാൻ പല പല ടെക്നിക്സ് ഉണ്ട്. അത് നമുക്ക് മാറ്റിവെക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ആലോചിക്കാതെ പലതും മാറ്റിവെക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ, യോഗ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറച്ച് കൂടി കിട്ടും. സ്ട്രെസ് കുറയ്ക്കണമെങ്കിൽ മറ്റുള്ള തിങ്കിങ് ടെക്നിക്സ്, പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ്, ക്രിയേറ്റിവിറ്റി ഇതെല്ലാം പഠിക്കും കൂടെ വേണം. അപ്പോൾ ഭാവിയിൽ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ മറ്റുള്ളവരുടെ അടുത്ത്. സുമംഗല അല്ലേ? സുമംഗല, your experience you should give to other people so that you can do a session so that other people can learn and to handle stress. How you have managed, definitely your experience you can share with as a training session. Sorry, mindful meditation. Thank you sir. Mindful meditation na parayan karyam undu. Mindful adu mindfulnessum രണ്ടിനുള്ള ടെക്നിക്സ് കമ്പൈൻ ചെയ്യുക. രണ്ടും കൂടെ യൂസ് ചെയ്യുക. മൈൻഡിനെ കാമാക്കുക ത്രൂ മൈൻഡ്ഫുൾനെസ്. സെൽഫ് അവയർനെസ്, ഒത്തിരി കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്തല്ലോ. അതെല്ലാം വരും. എല്ലാം കൂടെ ഒരുമിച്ച് വരില്ല. 1 by 1 വിൽ ഗെറ്റ്. ഇത് രണ്ടും കൂടെ നമ്മുടെ മൈൻഡിൻ്റെ കപ്പാസിറ്റി വളരെയധികം കൂട്ടും. അതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മറ്റുള്ള ഫാക്കൽറ്റീസ് വർക്ക് ചെയ്യാനായിട്ട് ഇതിനെ നമ്മുടെ മൈൻഡ് കൂടുതൽ ഏബിളായിരിക്കും, കപ്പാസിറ്റി. അപ്പോൾ ഈ സ്ട്രെസ് മാനേജ് ചെയ്യുന്നിടത്ത് അത് തന്നെയാണ്. സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ സ്ട്രെസ് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ബ്രേക്ക് ഡൗണിലേക്ക് പോവില്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ അല്ലേ? അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആവാം. പക്ഷേ പ്യൂർ മെഡിറ്റേഷനിൽ ലോങ്ക സാറ് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരുമായിരിക്കും. പ്യൂർ മെഡിറ്റേഷനിൽ നമ്മൾ തോട്ട്സിനെ അവോയ്ഡ് ചെയ്യുക ചെയ്യുന്നത്. തോട്ട്സ് ഇല്ലാതെ മൈൻഡ് കാമാക്കി വെക്കുക, ഒന്നിനെ പറ്റിയും ചിന്തിക്കാതിരിക്കുക. പക്ഷെ മൈൻഡ്ഫുൾനെസ്സിനെ അങ്ങനെ ചിന്തകളെ മാറ്റിക്കളയുന്നില്ല. യു അലൗ ദി തോട്ട്സ് ടു കം ആൻഡ് ഗോ, ബട്ട് യു വിൽ നോട്ട് ഹാവ് എനി ജഡ്ജ്മെൻറ്റ്. അത്രയേ ഉള്ളൂ. നെഗറ്റീവ് തോട്ട്സ് വരുന്നതിനെ മാത്രം മാറ്റിക്കളയാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. രാജു സാർ എങ്ങനെയാ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്? മൈൻഡ് ഞാൻ എൻ്റെ ഇത് ബ്രീത്തിങ്ങിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും. അതായത് ബ്രീത്തിങ് അകത്തോട്ട് ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജൈസ് ചെയ്യാൻ തോന്നും. എക്സൈൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പീസ്ഫുൾനെസ് തോന്നും. മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകും. അതിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് that is a good practice. ടൈം ലിമിറ്റ് ചെയ്യണം. പലരും വെരി ലോങ് ടൈം പ്രാക്ടീസ് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. അതാണ് നമ്മൾ സുമംഗല മാഡത്തിന് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. അതാ രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ മുഖം കഴുകിയിട്ട് അവിടെ ബെഡിൽ തന്നെ ഇരുന്ന് 15 മിനിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ല, പലർക്കും സമയം കാണില്ല. ഫിലിപ്പ് സാറ് റിട്ടയർ ചെയ്തില്ലേ? റിട്ടയർ ചെയ്തവർക്ക് സമയം കിട്ടും, റിട്ടയർ ചെയ്യാത്തവർക്ക് സമയം കാണില്ല. അപ്പൊ സമയം കിട്ടുമ്പോ ചെയ്താൽ മതി. 10 മിനിറ്റ്സ് ആയാലും മതി. രാവിലെ എപ്പോഴാ വിളിക്കണ്ടേ സാറേ? ഡിസ്റ്റർബൻസ് ഇല്ലാതെ.
ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു അതുപോലെ താങ്ക് യു നമ്മൾ താങ്ക് യു. കിടക്കുന്നതിന് മുമ്പായിട്ട് 10 മിനിറ്റ് ചെയ്യാം. ഏറ്റവും എളുപ്പം സിമ്പിൾ ആയിട്ടുള്ള അതാണ്, എളുപ്പമുള്ള കാര്യമാണ്. സമയമുള്ളവർക്ക് അതാണ്. പക്ഷെ ഒരു വർക്കിംഗ് ഹൗസ് വൈഫിന് ബുദ്ധിമുട്ടാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാപ്പി വയ്ക്കണോ, ചായ വയ്ക്കണോ, ചോറ് വയ്ക്കണോ എന്ന് ആലോചിച്ചാണ് എഴുന്നേൽക്കുന്നത്. ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടിയാണ്. എനിക്കും 10 സാറിന് മിനിറ്റ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തുകൊണ്ട് നമുക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ സമയം കിട്ടും. പക്ഷെ ഒരു വർക്കിംഗ് ഹൗസ് വൈഫിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് എപ്പോഴാണ്, ചിലപ്പോൾ ബസ്സിൽ പോകുമ്പോഴാവും, ഓഫീസിലേക്ക് പോകുമ്പോഴേക്കാവും, ചിലപ്പോൾ അപ്പോൾ നമ്മൾ ഓഫീസിൽ പോയി ഇരുന്നിട്ട് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല, ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ചെയ്തേക്കാം. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഈ 10 മിനിറ്റ് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർഡറിലാവും. നമുക്ക് ശരിയാണ്, ടൈം സേവ് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ വെപ്രാളത്തിന്റെ വെപ്രാളം ആവശ്യമില്ല. പക്ഷേ ചിലർക്ക് പറ്റില്ല. ചിലരുടെ 10 സാഹചര്യങ്ങൾ മിനിറ്റ് അനുവദിക്കില്ല. നഷ്ടമല്ല, 10 മിനിറ്റ് നഷ്ടമല്ല, 10 മിനിറ്റ് ലാഭമാണ് നമുക്ക്. ആ ശരിയാണ്, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ സാധിക്കും. അതെ അതെ സാധിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് ശാന്തതയോട് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും. സാറേ, ഇതിലെ ഒരു കാര്യം കൂടെ ഫ്രാൻസിസ് സാർ പറഞ്ഞതിന്റെ ഹൈലൈറ്റ് പറഞ്ഞു തരാം ഫോർ എവരിബഡി. ബാക്കിയുള്ള മെഡിറ്റേഷൻ ഈസ് ഓൾവേസ് ഗോയിങ് ടു ഇന്നർ സെൽഫ്, എക്സ്ക്ലൂഡിങ് ആർ കട്ടിങ് ഔട്ട് ദ എൻവിയോൺമെന്റ്. എൻവിറോൺമെന്റിനെ ശബ്ദമില്ലാതെ നിശബ്ദമായ സ്ഥലത്ത് കാല് മടക്കി ഇരുന്ന് അല്ലെങ്കിൽ ഒരു കസേരയിൽ ഇരുന്ന് ഇങ്ങനെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ യു ഗെറ്റ് അവെയർ ഓഫ് ദ എൻവിറോൺമെന്റ്. താങ്കൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ പുറത്ത് ഒരുപാട് സൗണ്ടുകൾ വരും. സാറ് ലാസ്റ്റിലെ ഒരു പോയിന്റ് കൂടെ കാണിച്ചിരുന്നു, ഗെറ്റ് അവയർനെസ് ഓഫ് ദ എൻവിറോൺമെന്റൽ സൗണ്ട്സ്. അപ്പൊ ആ സൗണ്ടുകൾ വന്നാൽ പോലും താങ്കൾക്ക് എക്സ്റ്റേണൽ സൗണ്ടുകൾ ഇരിക്കവേ ഇന്നർ മൈൻഡിലോട്ട് പോകാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ആണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതെ, മെഡിറ്റേഷനെ മൈൻഡ്ഫുൾനെസ് ആയിട്ട് കൊണ്ടുവരുവാണെങ്കിൽ, സോ മെഡിറ്റേഷൻ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ശബ്ദമില്ലാത്ത സ്ഥലത്ത് നിശബ്ദമായിട്ട്, വേറെ അവരുടെ വീട്ടുകാരുടെ ശബ്ദമില്ലാതെ, കിളികൾ ശബ്ദമില്ലാതെ, വേറെ പാട്ടില്ലാതെ, ലൈറ്റ് ഇല്ലാതെ ഇങ്ങനെ പോകുന്ന ഒരു സ്ഥലത്ത് അവിടെ എല്ലാം വെച്ച് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് വൺ മോർ അഡ്വാൻറ്റേജ് എന്ന് കൊണ്ടുവന്നതാണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. താങ്ക് യു സാർ. വെരി കറക്റ്റ് സാർ, താങ്ക് യു ഫോർ ഗിവിങ് മോർ ക്ലാരിഫിക്കേഷൻ. അപ്പോൾ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ്റെ പ്രത്യേകത സാറ് പറഞ്ഞത് തന്നെയാണ്, എവിടെ വെച്ചും ചെയ്യാം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഓടി ജോലി ചെയ്ത് ഓഫീസിലേക്ക് ഓടുന്നവർക്ക് അതിനുവേണ്ടി 10 മിനിറ്റ് ഇരിക്കാൻ സമയം കാണാത്തവർ കാണും. അവർക്ക് ഇത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ കുഴപ്പമില്ല. സമയം കിട്ടുമ്പോൾ ഇരുന്ന് ചെയ്യുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും ഒരേ സമയത്ത് ചെയ്യണമെന്നില്ല. ഇല്ല, ഒന്നുമില്ല. സമയമുള്ളവർ ചെയ്തോ, നല്ലത് തന്നെ. ഒരു പർട്ടിക്കുലർ ടൈം അലോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദി ബെസ്റ്റ്. പക്ഷെ അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതാണ് പ്രശ്നം. അപ്പോൾ അവിടെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ചിലർക്ക് മോർണിംഗിൽ 10 മിനിറ്റോ 15 മിനിറ്റോ ചെയ്യുന്നത് നല്ലതായിരിക്കും, അതിന് സമയമുള്ളവർക്ക്. അതിനും സമയമില്ലാത്ത ആളുകളെ എനിക്കറിയാം. അപ്പോൾ അവർക്ക് എവിടെ വെച്ചും ചെയ്യാം. അപ്പോൾ അതാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ്റെ ഒരു പ്രത്യേകത. ഇലങ്കോ സാറ് പറഞ്ഞ പോലെ തന്നെ ആർക്കും എവിടെ വെച്ച് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാം, എനി ടൈം എനിവേർ. അതാണ് അഡ്വാൻറ്റേജ്. ഒരു കേസ് പറയുന്നത്, നമ്മൾ കിടക്കുന്ന വൈകുന്നേരം കിടക്കുകയല്ലേ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ നേരം കിടന്നുകൊണ്ട് വയറിന് മുകളിൽ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മളെ ബ്രീത്ത് ചെയ്യുന്നത് നമ്മളെ ഫീൽ ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്ത് അങ്ങനെ തന്നെ ഉറങ്ങിപ്പോകാന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ചിലർക്ക് അതിനേക്കാൾ മുമ്പ് ഉറങ്ങിപ്പോവേ. എനിക്കറിയാം പലരും ജോലിയൊക്കെ കഴിഞ്ഞ് തളർന്ന് ഫുഡ് കഴിക്കാൻ പോലും നേരമില്ലാതെ കഴിച്ചു വന്ന് കിടന്ന് ഉറങ്ങുകയാണ്. അവരോട് നിങ്ങൾ അപ്പോഴാണ് മൈൻഡ്ഫുൾനെസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അതാ പറഞ്ഞേ, രാജു സാറിന് എനിക്കും പറ്റും, നമ്മൾ റിട്ടയർ ചെയ്തവരാ, നമുക്ക് എപ്പം ചെയ്യണമെന്ന് പറഞ്ഞാലും നമുക്ക് സമയമുണ്ട്. പക്ഷേ ഒരു ഹൗസ് വൈഫിനെ സംബന്ധിച്ച് അത് അത്ര എളുപ്പമല്ല. അതുപോലെ പലരുമുണ്ട്. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നവർ, അവർ എത്ര മണിക്കൂറാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അവർക്ക് പറ്റില്ല, നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സാർ, ഞാൻ ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും കിടന്നിട്ട് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോകാറുണ്ട്. അതുപോലെ തന്നെ ഈ ശവാസനത്തിലും ചില സമയത്തൊക്കെ ഉറങ്ങിപ്പോകാറുണ്ട്. അത് പിന്നെ എന്നെ വിളിക്കുവാണ് ആളുകൾ, സമയം കഴിഞ്ഞു എഴുന്നേൽക്കുന്നു.
അതെന്തുകൊണ്ടാണ് സാർ? അല്ല, എൻ്റെ എക്സ്പീരിയൻസ് അത് തന്നെയാണ്. എനിക്ക് ഈ ശവാസനം ഉറങ്ങാതെ ചെയ്യാൻ പറ്റാറില്ല. അപ്പം എനിക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നും തോന്നുന്നില്ല. പക്ഷെ ചില എക്സ്പെർട്സ് പറയുന്നത് അത് നിങ്ങൾ മൈൻഡ്ഫുൾനെസ് ചെയ്ത് ശരിയാവാത്ത കൊണ്ടാണ് ഉറങ്ങിപ്പോയെന്ന് പറയുന്നുണ്ട്. എനിക്കതിനെപ്പറ്റി അറിയില്ല. പക്ഷെ എനിക്കിത് സംഭവിക്കുന്നതാണ്. ഞാനതിൽ വറി ചെയ്യാറില്ല. അത് പറയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്റെ ട്രെയിനർ പറഞ്ഞത് എന്നോട്, അത് ഈ മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് അങ്ങനെ വരും, അത് ശരിക്കുള്ള ഉറക്കല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ മൈൻഡ് ഫ്രീ ആകുമ്പോ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്ന്. അത് അല്ലാതെ അത് നമ്മൾ സാധാരണ ഉറങ്ങുന്നത് പോലെയുള്ള ഉറക്കല്ല അത്. ഇതിലൂടെ നമ്മൾ കംപ്ലീറ്റ് മൈൻഡ് ഫ്രീ ആക്കുമ്പോൾ, ചിന്തയിൽ നിന്ന് കംപ്ലീറ്റ് മുക്തമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു സംഭവമാണ് അത്. അത് ശരിയായ ഉറക്കല്ല എന്ന് പറയുന്നത്. കാരണം നമ്മൾ കുറഞ്ഞ ഒരു 10 മിനിറ്റിലാണ് അത് സംഭവിക്കുന്നത്. മെഡിറ്റേഷനിലേക്ക് മാറുകയാണ് അപ്പോൾ എന്നാ എനിക്ക് തോന്നുന്നത്. മെഡിറ്റേഷന്റെ പേര് തന്നെ യോഗ നിദ്ര എന്നാണ്. മൈൻഡ്ഫുൾനെസ് ചെയ്ത് മെല്ലെ നമ്മൾ മെഡിറ്റേഷനിലേക്ക് കയറി അവർ മൈൻഡ് ഈസ് ബിക്കമിങ് ബ്ലാങ്ക് ഓർ ഫ്രീ ഓഫ് തോട്ട്സ്. അത് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു എനിക്ക്. നമ്മുടെ ശ്രീ രവിശങ്കർ പുള്ളി ഇത് യോഗ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിൽ 15 മിനിറ്റ് ഇത് ചെയ്യിപ്പിക്കും. അതിന് യോഗ നിദ്ര എന്നാണ്. കിടന്നുകൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. പുള്ളി അത് ബിസിനസ്സാണ്. ഓക്കെ, നോ പ്രോബ്ലം. പുള്ളിയെ സംബന്ധിച്ച് അത് ബിസിനസ്സാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതൊരു ജെനുവിൻ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മറ്റേ ചിലർ ചെയ്യുന്ന പോലെയുള്ള അണെത്തിക്കലായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടുവരുമ്പോഴേ പ്രശ്നമുള്ളൂ. ശ്രീ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ച് കുഴപ്പമില്ല. കുറച്ച് പൈസ ഉണ്ടാക്കുന്നതുകൊണ്ട് തെറ്റുള്ള കാര്യമൊന്നുമല്ല, അങ്ങനെ കാണേണ്ട കാര്യമില്ല. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുകയോ അത് വേറെ തരത്തിൽ ഉപയോഗിക്കുമ്പോഴേ കുഴപ്പമുള്ളൂ. ശ്രീ രവിശങ്കർ വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ആളാണ്. പുള്ളിയുടെ പല ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പുള്ളി എപ്പോഴും ആളുകൾ കാലിൽ വന്ന് തൊട്ട് വന്ദിക്കാറുണ്ട്. ആൻഡ് മെനി പീപ്പിൾ തിങ്ക് ഈസ് എ ഗോഡ്. നമ്മൾ മനുഷ്യ ദൈവങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഒരു TV ഇൻ്റർവ്യൂവിൽ പുള്ളിയോട് ചോദിച്ചു, ഒരു പത്രത്തിൻ്റെ ഒരു മീഡിയക്കാരൻ ചോദിച്ചു, നിങ്ങളുടെ കാല് തൊട്ട് എല്ലാവരും ദൈവം പോലെ വന്നിരിക്കും, നിങ്ങൾ ആൾ ദൈവമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ മനുഷ്യനാണ്, ഞാൻ ദൈവമല്ല. അപ്പോൾ പണ്ടൊക്കെ ആളുകൾ കാല് തൊട്ട് വന്നിക്കുമ്പോൾ ഞാൻ അവരെ വിലക്കാറുണ്ട്, അങ്ങനെ ചെയ്യരുതെന്ന് പറയാറുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ വിലക്കുന്ന ആളുകൾ പിന്നെ ആളുടെ അടുത്ത് വരുന്നില്ല, പിണങ്ങിപ്പോവാണ്. അപ്പോൾ പുള്ളി വിചാരിച്ചു, അങ്ങനെ കൊടുക്കുന്ന മെത്തേഡ്സൊക്കെ നല്ലതാണ്, അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അവർ കാല് തൊട്ട് വന്നിക്കുമ്പോൾ തടയുന്നത് കൊണ്ടാണ് അവർ വരാത്തതെങ്കിൽ അത് അവർക്കുള്ള ഗുണം നഷ്ടപ്പെടുത്തില്ലേ ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി വിലക്കാറില്ല എന്ന് പുള്ളി തന്നെ TV ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സീംസ് ടു ബി എ ഗുഡ് മാൻ. ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ പ്രോസസ്സിൽ കുറച്ച് പൈസ ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ദുരുപയോഗം ചെയ്യാതിരുന്നാൽ കുഴപ്പമില്ല. നമ്മുടെ റെക്കോർഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തോന്ന് തോന്നുന്നില്ലേ, അറിയില്ല. പല കാര്യങ്ങളും അങ്ങനെ പറയാൻ പാടില്ല നമ്മള്. എനിക്കത് അറിയില്ല സ്റ്റോപ്പ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. പല കാര്യങ്ങളും നമ്മൾ പറയാൻ പാടില്ല. ഇതിപ്പം പറഞ്ഞതിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഞാൻ മൊബൈൽ യൂസ് ചെയ്യുന്നത് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റോപ്പ് ചെയ്യാമല്ലോ. 9 മണിയായി. 9 മണിയായി സാർ. സെഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ സാർ. സ്നേഹൽ സാർ, എന്തായാലും നല്ലൊരു ക്ലാസ്, ഒരുപാട് കാര്യങ്ങൾ. ഒത്തിരി ആളുകൾ എലങ്കോ സാറടക്കം ഒത്തിരി ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതെ. എന്തായാലും വലിയൊരു സബ്ജക്ട് ചെറിയൊരു ടൈമിലായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 1 ഡേ ഫുള്ളായിട്ട് എടുക്കേണ്ട വിഷയങ്ങൾ ഇതിലുണ്ട്. സാറിന്റെ പോയിന്റ്സ് ഓരോന്നും വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ശരിക്കും കിട്ടുള്ളൂ. ഇപ്പൊ 1 മണിക്കൂർ അതൊക്കെ ചെയ്യാവുന്ന ആളുകൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. സാറായാലും ഈ പറഞ്ഞ പോലെ ഒരു 6 മണിക്കൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കിട്ടുമായിരുന്നു, ഓരോ പോയിന്റ് വെച്ചോണ്ട്. ഇത്ര സംശയങ്ങളൊക്കെ നമ്മൾ ചോദിക്കാതെ തന്നെ തീരുമായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഞാൻ ലീവ് ചെയ്യട്ടെ. താങ്ക് യു ഫ്രാൻസിസ് സാർ. വണ്ടർഫുൾ ഡേ. താങ്ക് യു. താങ്ക് യു. I am ending this session with all your permission.
സാർ അതിനു മുമ്പ് ഒരു പോയിന്റ് പറഞ്ഞേക്കട്ടെ ഞാൻ. പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു. മറ്റേ നമ്മുടെ ഡോക്ടർ വേണു ഒരു പോയിന്റ് റേസ് ചെയ്തിട്ട് പോയി. ശൃംഗേരി ജയേന്ദ്ര സരസ്വതികൾക്ക് സ്ട്രെസ് വന്നപ്പോൾ പ്രശ്നമായി. അപ്പൊ അദ്ദേഹം യോഗ ചെയ്തത് ഒന്നുകൊണ്ടും ഗുണമില്ല. പക്ഷെ ഞാൻ അതിന് വേറൊരു ആംഗിളിൽ കാണുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, യോഗ ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് BP 160, 200, 300 ഷൂട്ട് ചെയ്യുന്നതിന് പകരം 165 170 വന്ന് നിന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ എന്ന് മാത്രം താങ്കൾ ഓരോരുത്തരും ചോദ്യം ചോദിച്ചോളുക. അത്രേ ഉള്ളൂ സാർ. യോഗ ചെയ്തോണ്ട് ഒന്നും മനസ്സിലായില്ല. യോഗ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാഠിന്യം കുറഞ്ഞിരിക്കുമായിരിക്കും എന്ന് മാത്രമാണ്. ഇഫ്സ് ആൻഡ് ബട്ട്സേ ഞാൻ ഇടുന്നുള്ളൂ. യോഗ ചെയ്തില്ലാതിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കാഠിന്യം കുറച്ചുകൂടെ കൂടിയിരുന്നെങ്കിലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. അതെ അതെ അതെ, അത്ര മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സാർ, ഗുഡ് നൈറ്റ്. താങ്ക് യു, ഗുഡ് നൈറ്റ്.